എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെയും നമ്മുടെ ഇന്നത്തെ വെബിനാർ സെഷൻ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ എക്സ്പേർട്ട് മെമ്പർ ആയിട്ടുള്ളത് ദീപു സാറാണ്. അദ്ദേഹം മുന്നേ നമ്മുടെ ഒരു വെബിനാർ സെഷനിൽ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ഈ വെബിനാർ സെഷനിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് നമ്മളെ അറിയിക്കുകയും തിങ്ക് ഡിസൈൻ ഇന്നോവേറ്റ് എംപവറിംഗ് ഏർലി സ്റ്റേജ് ഇന്നോവേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ സാറ് നമുക്ക് സാറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അറിയിക്കുകയും സാറ് വോളണ്ടിയറായിട്ട് നമ്മുടെ കോളേജിന്റെ ഈ ഒരു ചെറിയ ഉദ്യമനത്തിന് സപ്പോർട്ട് ചെയ്യുകയും നൽകുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ദീപു സാറ് അദ്ദേഹം പ്രൊഡക്ഷൻ ലീഡ് ഓൺ ട്രെയിനിങ് പ്രോട്ടോകേസ് ഇന്റർനാഷണൽ കമ്പനി കാനഡയിലാണ്. അദ്ദേഹത്തിന്റെ ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലാണ് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ സിഇറ്റിയിൽ നിന്ന് എംടെക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ MBAയും ഉണ്ട്. അദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റി മെമ്പർ കൂടിയാണ്. അതോടൊപ്പം തന്നെ EDC നോഡൽ ഓഫീസർ, കോർപ്പറേറ്റ് റിലേഷൻസ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അതോടൊപ്പം തന്നെ CEO ഓഫ് ട്രിവാൻഡ്രം ടെക്നോളജി, അതുപോലെ കോ ഫൗണ്ടർ ഓഫ് ടെക്നോളജി സ്റ്റാർട്ടപ്പ് കമ്പനി, അതുപോലെ തന്നെ മെന്റർ ഓഫ് ചേഞ്ച് അഡൽ തിങ്കറിംഗ് ലാബ് ഫോർ ദ 3 സ്കൂൾസ് ഓഫ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കൂടിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് ദീപു സാറിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മറ്റ് കോളേജുകളിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രകാശൻ സാർ, അതുപോലെ സനൽ സാർ, അതുപോലെ തന്നെ മറ്റ് കോളേജുകളിലെ IEDC നോഡൽ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സാർ. ഓക്കെ സാർ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. സാർ ഓക്കെ. ഓക്കെ സാറ് കേൾക്കാമല്ലോ? ഞാൻ ഓഡിബിൾ അല്ലേ? സാർ ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ഷൈൻ സാർ. ഷൈൻ സാർ ഒരു പ്രോഗ്രാം ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ
ചെയ്തു. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ ഒരു പ്രോഗ്രാമാണ്. ഷൈൻ സാറ് IEDCക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഇന്നോവേഷനോ ഡെവലപ്മെന്റിനോ വേണ്ടിയിട്ട് സാർ ഒരുപാട് എന്താണ് പ്രയത്നിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ. അപ്പോൾ സാറിന്റെ ഉദ്യമങ്ങളെല്ലാം ഒരു വ്യത്യസ്തമായി കുട്ടികൾക്ക് എങ്ങനെ ഔട്ട് ഓഫ് ദി സിലബസ് കാര്യങ്ങൾ അവർക്ക് കിട്ടണം, അവർക്ക് എന്ത് സ്കില്ല് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് എന്ത് നോളജ് കിട്ടണമെന്നുള്ള സാറ് എപ്പോഴും അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു സാറാണ്. അപ്പൊ സാറിന് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഫാക്കൽറ്റീസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ അടുത്തിടെ തന്നെ ഡിസൈൻ തിങ്കിങ്ങിനെ പറ്റിയിട്ടൊരു ക്ലാസ് നിങ്ങൾ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് ആയി പോലെ നമുക്കങ്ങ് പോവാം. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരങ്ങൾ വേണമെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറയാം, അല്ലെങ്കിൽ ചാറ്റിലിടാം. ഓക്കെ, ബേസിക് എന്താണ് ഡിസൈൻ തിങ്കിങ് ആർക്കെങ്കിലും? അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ തിങ്കിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ചാറ്റിൽ പറയാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കി വേണമെങ്കിൽ പറയാം. നിങ്ങൾ കുറച്ച് സെക്ഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഡിസൈൻ തിങ്കിങ് എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അത് ഞാൻ അങ്ങ് വളരെ ഡെപ്തിലൊന്നും അങ്ങനെ പോകുന്നില്ല. കാരണം നിങ്ങൾ ഈ ഇടയ്ക്ക് എൻ്റെ ഡിസൈൻ തിങ്കിങ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഡിസൈൻ തിങ്കിങ് ഈസ് എ പ്രോപ്പർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫ്രെയിം ഓഫ് mind along with the action plan process stages in order to solve a program. Okay, business models, project management. Okay, ഡിസൈൻ തിങ്കിങ് ആരാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ? സ്റ്റുഡൻസ് ആണോ യൂസ് ചെയ്യുന്നത്? ഇന്നോവേറ്റേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ടപ്പ് ആൾക്കാരാണോ യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫാക്കൽറ്റി ആണോ യൂസ് ചെയ്യുന്നത്? ആരാണ് ഡിസൈൻ തിങ്കിങ് യൂസ് ചെയ്യുന്നത്? Innovators, software developer. Okay, വേറെ? Any other business corporates? ഫാക്കൽറ്റി ഒന്നും യൂസ് ചെയ്യില്ലേ? ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി. ഓക്കെ, എല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. ഡിസൈൻ തിങ്കിങ് ആക്ച്വലി യൂസ് ചെയ്യാത്തൊരു മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും പറയുമോ? ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മേഖല എന്നല്ലേ പറഞ്ഞത്, യൂസ് ചെയ്യാത്ത മേഖല. ഡിസൈൻ തിങ്കിങ് ഇല്ലാത്ത ഒരു സംഭവം വേണ്ട, അല്ലെങ്കിൽ റൂറൽ ഫാമിംഗ്, ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നില്ലേ? ഡിസൈൻ തിങ്കിങ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഡിസൈൻ തിങ്കിങ് എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡിസൈൻ തിങ്കിങ് ആണെന്ന് നമുക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഫാക്കൽറ്റി ഡിസൈൻ തിങ്കിങ് യൂസ് ചെയ്യുന്നില്ലേ? അവര് പണ്ട് എന്താണ് ബുക്ക് നോക്കി വായിച്ചിരുന്നത്, അല്ലെങ്കിൽ ബോർഡിൽ എഴുതിയിരുന്നത്, PPT യൂസ് ചെയ്യുന്നത് ഒരു ഡിസൈൻ തിങ്കിങ് കൺസെപ്റ്റ് ആണ്. PPT യൂസ് ചെയ്ത് സാർ പഠിപ്പിക്കുന്നു, അത് ഡിസൈൻ തിങ്കിങ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ ഇപ്പൊ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ബില്ല് അടച്ചതിന് ശേഷം കുട്ടികളുമായി വരുമ്പോൾ ആ സൈഡിൽ കുട്ടികൾ കാണുന്ന രീതിയിൽ, കുട്ടികൾക്ക് കയ്യെത്തുന്ന രീതിയിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു റാക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു ഡിസൈൻ തിങ്കിങ് ആണ്. ആ ബിസിനസ് എന്താണ്, അത് ആ പ്രോഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ തിങ്കിങ് ആണത്. അപ്പൊ പിന്നെ പണ്ടത്തെ ബ്ലാക്ക് ബോർഡിൽ നിന്ന് വൈറ്റ് ബോർഡിലേക്ക് മാറി, അതൊരു ഡിസൈൻ തിങ്കിങ് ആണ്. ഡിസൈൻ തിങ്കിങ് ആക്ച്വലി നമ്മളുടെ എല്ലാ മേഖലയിലും ഡിസൈൻ തിങ്കിങ് ഉണ്ട്. അപ്പൊ ഈ ഡിസൈൻ തിങ്കിങ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് എല്ലാ മേഖലയിലും ഉണ്ട്, പക്ഷെ നമ്മൾ അത് തിരിച്ചറിയുന്നത് ഈ പറയുന്ന
ഇപ്പോൾ സാർ ഇപ്പോൾ റൂറൽ ഫാമിംഗ് എന്ന് പറഞ്ഞു, റൂറൽ ഫാമിങ്ങിൽ ഉണ്ട്, പക്ഷെ ആ ഫാമിങ് നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിലൂടെ എന്ത് ചെയ്തു, ഫാമിങ്ങിലെ പല മേഖലകളും മാറി മാറി വന്നപ്പോൾ ഇപ്പോൾ എന്താണ് ഹൈ ടെക് ഫാമിംഗ് ഉണ്ട്. അത് ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു ഇവല്യൂഷൻ കാരണം ഈ ഫാമിംഗ് എന്താണ് മാറി വന്നതാണ്. ഓക്കെ, ഫിഷിങ്ങില് പണ്ട് നമ്മൾ വല വീശുന്നത് ചൂണ്ടയും ഇപ്പോഴത്തെ നമ്മൾ ചൂണ്ട കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചൂണ്ട, അത് ഡിസൈൻ തിങ്കിങ്ങിന്റെ എവല്യൂഷൻ ആണ്. ഡിസൈൻ തിങ്കിങ് കാരണം ഉണ്ടായ എവല്യൂഷൻ ആണ്. ഓക്കെ, സാർ എന്റെ PPT ഓക്കെ അല്ലേ? കാണാലോ? കാണാം. മൂവിങ് അല്ലേ? ഓക്കെ, ശരി. ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ചോദിക്കാം. അപ്പം ഡിസൈൻ തിങ്കിങ്, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വാട്ട് ഈസ് ഡിസൈൻ എന്ന് പറയുന്നത്, ഡിസൈൻ ഇസ് എ വേ ഓഫ് തിങ്കിങ്. നമ്മൾ ഏതൊരു ഡിസൈൻ എന്ന് പറയുന്നതും നമ്മൾ ഒരു ഡിസൈൻ വരയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് തിങ്ക് ചെയ്ത് ചെയ്യുക എന്നുള്ളത് അല്ലെ? സോ ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ്. ഓക്കെ, ഇതിൽ ഏത് ഷേപ്പാണ് ഡിഫറെന്റ് എന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യണം. വിച്ച് ഷേപ്പ് ഈസ് ഡിഫറെന്റ്? നിങ്ങൾക്ക് ചാറ്റിലിടാം. A ആണോ, B ആണോ, C ആണോ, D ആണോ, E ആണോ? അതിന്റെ റീസൺ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് എഴുതാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഡിഫറെന്റ് ആയിട്ട് തോന്നി എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഷൈൻ സാർ പറഞ്ഞു C ആണ് സാറിന് അതിൽ ഡിഫറെന്റ് ആയിട്ട് തോന്നിയത്. ഏത് ഷേപ്പാണ് ഡിഫറെന്റ്? D എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും D? ഒരാൾ പറഞ്ഞു C എന്ന് പറഞ്ഞു. All others can form with a shape D എന്ന് പറയുന്നു ഒരാള്. കഴിഞ്ഞോ? എയും ബിയും ഇ ഒന്നും ആർക്കും ഡിഫറെന്റ് ഷേപ്പ് അല്ല. സി, ഡി ഉണ്ട്, സി ഉണ്ട്, എ ആർക്കും ഇല്ല, ബി ഇല്ല. ബി ഉണ്ട്, ഒരാൾക്ക് നിതിൻ ബി ഉണ്ട്. ബി ആൻഡ് സി ഡിഫറെന്റ് ആണ്. വെരി ഗുഡ്. ബി ആൻഡ് സി, ആദ്യം പറയുന്നത് ബി ആൻഡ് സി ഡിഫറെന്റ് ആണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആരാണ് ജയിച്ചെന്ന് നോക്കാം. ഓക്കെ, C. Which shape is different? C. Congratulations. The only one with the straight lines. Okay. And A is also answer. എന്താണ്? The only one with the no points. E എന്താണ്? Different shape ആണ്. The only one made with an line and arc. B also congratulations, the only one that is asymmetric, the one made from two same shapes. D, only one that is the projection of a triangle into a curved surface. Okay, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏത് ഷേപ്പാണ് ഡിഫറെന്റ് എന്ന് ചോദിച്ചപ്പോൾ പലർക്കും പല രീതിയിലുള്ള വ്യൂ പോയിന്റ്സിലൂടെ അത് പലർക്കും പല ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നി അല്ലേ? അപ്പോ ഡിസൈൻ ഈസ് എ വേ ഓഫ് തിങ്കിങ്. ഇറ്റ് ഈസ് എ ഡൈവർജന്റ് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ടു സീ മെനി യുണീക് വ്യൂ പോയിന്റ്സ്. പല രീതിയിലുള്ള വ്യൂ പോയിന്റ്സിലൂടെ നമുക്ക് ഒരു പ്രോബ്ലത്തെ കണ്ടെത്തി അതിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, solve the world's wicked problems. So design thinking, അല്ലെങ്കിൽ design is a way of thinking, is a way of making
capability to understand, analyze, model and test viewpoints, iterative എന്നൊക്കെ പറയും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡിസൈൻ ഈസ് എ വേ ഓഫ് എക്സ്പീരിയൻസിങ്. ഇതെന്തൊക്കെയാണെന്നുള്ളത് യൂസർ സെൻട്രിക് ആണ് എന്നൊക്കെ പലരും ഇത് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് പെട്ടെന്നൊന്ന് അടിച്ചൊന്ന് പോവുകയാണ്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. കാരണം ഓക്കെ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഡിസൈൻ ഇൻ ഇറ്റ്സ് ബ്രോഡസ്റ്റ് മീനിങ്. നമ്മൾ ഒരു എന്താണ്, ഡിസൈൻ തിങ്കിങ് ഈസ് ഓഫൺ കൺഫ്യൂസ്ഡ് വിത്ത് വിഷ്വൽ ഡിസൈൻ. പലരും ഇത് വിഷ്വൽ ഡിസൈനുമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. ഡിസൈൻ തിങ്കിങ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കുക, ഒരു സംഭവം വരച്ചെടുക്കുക എന്നുള്ള സംഭവമായിട്ട് പലരും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ആക്ച്വലി ഡിസൈൻ തിങ്കിങ് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, എഞ്ചിനീയറിംഗ് മേഖലയിൽ മാത്രമല്ല, ഇപ്പൊ ഫൈനാൻഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ട് മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയ മേഖലയിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു എന്താണ്, ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ വിഷ്വൽ ഡിസൈനുമായിട്ട് ഒരിക്കലും നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യരുത്. സോ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ പോലെ ഡിസൈൻ ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ആൻഡ് ഫീൽസ് ലൈക്ക്, ഡിസൈൻ ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. എങ്ങനെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. നമ്മൾ ഐഡിയയെ കുറിച്ച് പറയുന്ന പോലെ, നമ്മൾ ഐഡിയ ജനറേഷൻ, ഐഡിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഐഡിയ എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അതൊരു ഐഡിയ ആകൂ. അല്ലെ, നമ്മളൊരു കൂട്ടുകാർ ചേർന്നിരുന്ന 5 ഐഡിയ പറയണം. ആർക്ക് വേണോ ഐഡിയ പറയാം. ആ ഐഡിയ ഫീസിബിൾ ആണോ നോൺ ഫീസിബിൾ ആണോ, അതെന്ത് ചെയ്യാൻ പറ്റും, ഫീസിബിൾ ആയിട്ട് നമുക്ക് അത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഐഡിയ ആകുന്നുള്ളൂ. അതുപോലെ ഡിസൈൻ ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് ആൻഡ് ഫീൽസ് ലൈക്ക്, ഡിസൈൻ ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. എവറിത്തിങ് ഈസ് ഡിസൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഡിസൈൻഡാണ്. നിങ്ങളെ ചുറ്റും നോക്കും, നിങ്ങളുടെ പല സംഭവങ്ങളും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വളരെ ഡിഫറെന്റ് ആയിട്ട് ഇന്നിപ്പം മാറിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പുതിയ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തായിട്ടുണ്ടായിരിക്കും, വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ചുറ്റും നോക്കിയാൽ മതി. നിങ്ങൾ ഇരിക്കുന്ന കസേര മുതൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ടേബിൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺ, ലാപ്ടോപ്പ്, ഇതിലെല്ലാത്തിലും ഒരു ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു എന്ത് വന്നിട്ടുണ്ട്, ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് വന്നിട്ടുണ്ട്. എന്റെ കാർ മെക്കാനിക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈൻ തിങ്കിങ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓയിൽ ഫിൽട്ടർ. നമ്മളെ വണ്ടികളിൽ ഇപ്പം കാണാം, നമ്മൾ ഓയിൽ ചേഞ്ചിന് പോകുമ്പോൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഇന്ന ദിവസമാണ് ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞ് അവരൊരു ബില്ല് അടിച്ച് തരികയാണ്. നമ്മൾ അത് ബില്ല് എവിടെയെങ്കിലും കൊണ്ട് കളയും, അല്ലെങ്കിൽ ആ പേപ്പർ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയും. പക്ഷേ ഇതുപോലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മുടെ വണ്ടിയുടെ വിൻഷീൽഡ് തന്നെ എന്താണ് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ അത് കാണും. നമ്മൾ വണ്ടി എപ്പോഴും എടുക്കുമല്ലോ, വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാണും. അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും നെക്സ്റ്റ് എത്ര കിലോമീറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, നമ്മൾ വണ്ടിയുടെ ഓയിൽ മാറ്റണം അല്ലെങ്കിൽ ഓയിൽ ഫിൽട്ടർ മാറ്റണം, അത് ഏത് തീയതിയാണ് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് അവർ വെക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഈസി അല്ലെ. ഒരു ഓയിൽ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. അത് നമുക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പേപ്പർ വർക്ക് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു മേശയ്ക്കകത്തോ അല്ലെങ്കിൽ വണ്ടിക്കകത്തോ ഉപേക്ഷിച്ച് ചിലപ്പോൾ നശിച്ചു പോവാം. അതിനേക്കാളും എത്രയോ ഈസി ആൻഡ് എന്താണ് വളരെ എസ്തറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റിക്കർ നമ്മളുടെ വണ്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. അപ്പം അവിടെ കാർ മെക്കാനിക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡിസൈൻ തിങ്കിങ് അവിടെ തിങ്ക് ചെയ്ത് അവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇതൊരു ഡിസൈൻ തിങ്കിങ് എക്സാമ്പിൾ ആണ്. So we moved from thinking of ourselves as designers to thinking of ourselves as design thinkers. നമ്മൾ ഡിസൈനേഴ്സ് അല്ല, ഡിസൈൻ തിങ്കേഴ്സ് ആണ്. ഇന്നോവേറ്റേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആൾക്കാരെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനെ എല്ലാം നമ്മൾ ഡിസൈൻ തിങ്കേഴ്സ് എന്നാണ്. ഡിസൈനറിനെക്കാളും നമ്മൾ ഡിസൈൻ തിങ്കേഴ്സ് ആണ്. ഡിസൈൻ തിങ്ക് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആൾക്കാരുണ്ട്. ഓക്കെ, design thinking is a user-centered approach to solve problem solving. And actually, design thinking is less about thinking and more about doing. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഐഡിയ ആവണമെങ്കിൽ അത് വർക്ക് ചെയ്യണം.
അതുപോലെ ഡിസൈൻ തിങ്കിങ് മാത്രമല്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ മോർ അബൌട്ട് ഡൂയിങ് ആണ്. അത് നമ്മൾ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. പീപ്പിൾ സെന്റേർഡ് ആണ്, ഹൈലി ക്രിയേറ്റീവ് ആണ്, ഹാൻഡ്സ് ഓൺ, ഐട്രേറ്റീവ് ആണ്. ഇതാണ് 4 കീ എലമെന്റ്സ് എന്ന് പറയുന്നത്. പീപ്പിൾ സെന്റേർഡ് ആണ്, ഹൈലി ക്രിയേറ്റീവ് ആണ്, ഹാൻഡ്സ് ഓൺ ആണ്, ഐട്രേറ്റീവ് ആണ്. ഇതിന്റെ അർത്ഥം പീപ്പിൾ സെന്റേർഡ് ഞാൻ ഇതിന് ശേഷം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. You start from what people, users, customers, consumers need or want to do, their motivations and problems they are trying to solve. നമ്മുടെ എന്താണ് പീപ്പിൾ സെന്റേർഡ് എന്ന് പറയാൻ കാരണം, നമ്മളെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പീപ്പിൾ സെന്റേർഡ് എന്ന് പറയുന്നത്. എമ്പതി ഈസ് കീ. ഇത് ഞാൻ നെക്സ്റ്റ് പറയാം. എമ്പതിയുടെ കാര്യമൊക്കെ നെക്സ്റ്റ് ഞാൻ ഇതിന്റെ ഫേസസ് ആണ്, അതിന്റെ ഫേസസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹൈലി ക്രിയേറ്റീവ് ആണ്, അത് നമുക്കറിയാം. നമ്മൾ അത്രയും ക്രിയേറ്റീവ് ആയിട്ടാണ് ഓരോന്നിനും സൊല്യൂഷൻസ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഡിസൈൻ തിങ്കിങ് എന്ത് ചെയ്യുന്നത്, പല സിറ്റുവേഷൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ്സ് ഓൺ ആണ്. ഡിസ്കഷൻ, സ്റ്റോപ്പ് ഡിസ്കസിങ് എന്ന് പറയുന്നത് ആദ്യം ഡിസ്കസ് ചെയ്തേ പറ്റൂ. ദെൻ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഐഡിയാസ്, മേക്ക് ഐഡിയാസ് ടാഞ്ചിബിൾ. ഓക്കെ, ഹാൻഡ്സ് ഓൺ ആണ്. അപ്പം വർക്ക് ചെയ്ത് ഇതിനെ നമ്മൾ പ്രോട്ടോടൈപ്പ് നമ്മളുടെ കയ്യിൽ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ മേക്ക് ചെയ്തെടുക്കണം. അതാണ് ഡിസൈൻ തിങ്കിങ്ങിന്റെ വിജയം. ഡിസൈൻ തിങ്കിങ് ആലോചിച്ചുകൊണ്ടിരിക്കും. ഐഡിയാസ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഐഡിയാസ് ഇഷ്ടംപോലെ വരും. പക്ഷെ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ആദ്യം ഫെയിൽ ആകും. ഫെയിലിയർ ഈസ് എ നെസസറി പാർട്ട് ഓഫ് ദി പ്രോസസ് ഇൻ ഓർഡർ ടു സക്സീഡ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ടും മറ്റ് പല ടെസ്റ്റിങ്ങും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എന്താണ് ഒരു ഹാൻഡ്സ് ഓൺ മോഡലാക്കി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ വർക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ച സാധനം വർക്ക്ഔട്ട് ആയി എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അവർ ഹാൻഡ്സ് ഓൺ ആണ്. പിന്നെ ഐട്രേറ്റീവ് എന്ന് പറയാൻ കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഇതെപ്പോഴും ഒരു ലൂപ്പിലാണ്. നമ്മൾ ഒരു സാധനം ഡിസൈൻ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ ഫോണിന്റെ കാര്യം, അല്ലെങ്കിൽ കാറിന്റെ കാര്യം. കാറ് വളരെയധികം ഡിസൈൻ തിങ്കിങ് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു എന്താണ്, ഏറ്റവും ഡിസൈൻ തിങ്കിങ് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓട്ടോമോട്ടീവിൽ R&Dയിൽ നമുക്ക് നേരിട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ R&Dയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു R&Dയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് പരിചയപ്പെടുകയാണെങ്കിൽ, അവര് പറയുന്ന കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ അവര് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരു 10 വർഷം ഫോർവേഡ്, അല്ലെങ്കിൽ 10-15 വർഷം ഫോർവേഡ് ആയിട്ട് ഇറങ്ങേണ്ട വണ്ടികളിലെ ഫീച്ചേഴ്സ് ഒക്കെയാണ് അവർ ഇപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആണ് അവർ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പ് ഡെവലപ്പ് ചെയ്ത കൺസെപ്റ്റുകളൊക്കെയാണ് ഇപ്പോഴും റണ്ണിങ്ങിൽ. അപ്പൊ അത്രയും ഫോർവേഡ് ആയിട്ട് ഡിസൈൻ തിങ്കിങ് ചെയ്ത് അതിനെ ഐട്രേറ്റീവ്, അതായത് ലൂപ്പിലാണ്. അതായത് ഈ പറയുന്ന പോലെ അവർ ഡെവലപ്പ് ചെയ്യുന്നു, കൺസെപ്റ്റ് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഫെയിൽ ആകുന്നു, വീണ്ടും ഡിസൈൻ തിങ്കിങ്ങിലൂടെ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഒരു ഐട്രേറ്റീവ് മോഡലാണ്. എപ്പോഴും ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരവിടെ നിർത്തിയില്ല. ഒരു പ്രോഡക്റ്റ് ഡിസൈനിങ് ചെയ്യുന്നവരും ഒരു സംഭവത്താണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിർത്താം, അങ്ങനെയില്ല. അത് യൂസറിന്റെ കയ്യിലെത്തുമ്പോൾ കുറെ നാൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് മാറുന്നു, അതിലെന്തെങ്കിലും ഡിഫക്റ്റുകൾ വരുന്നു, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നു. അത് വീണ്ടും തിരിച്ച് ലൂപ്പ് വരുന്നു, ഡിസൈൻ തിങ്കിങ്ങിൽ വരുന്നു, മനസ്സിലാക്കുന്നു, വീണ്ടും അതിന്റെ ഡെവലപ്പിംഗ് നടക്കുന്നു, ടെസ്റ്റിംഗ് നടക്കുന്നു, യൂസറിന്റെ കയ്യിലെത്തുന്നു, വീണ്ടും ഇത് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ചുറ്റുമുള്ള ഏതൊരു സംഭവം നിങ്ങൾ എടുത്ത് നോക്കിയാലും, ഡിസൈൻ തിങ്കിങ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാലും ഈ ഒരു ലൂപ്പ് അതിൽ കാണും. അത് ഫോൺ ആണെങ്കിലും, പെൻഡ്രൈവ് ആണെങ്കിലും, TV ആണെങ്കിലും, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും, ഈ പറയുന്ന എന്ത് സംഭവം, ലാപ്ടോപ്പ് ആണോ, ടാബ് ആണോ, അല്ലെങ്കിൽ ടോയ്സ് ആയിക്കോട്ടെ, കുട്ടികൾക്ക് കളിക്കുന്ന ടോയ്സ് ആണെങ്കിലും, ഈ പറയുന്ന ഈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സ് ഇങ്ങനെ ഒരു ഐട്രേറ്റീവ് രൂപത്തിൽ ചെയ്യുന്നുണ്ട്. സോ ഇത്
എങ്ങനെയാണ് ഡിസൈൻ ഫീൽ ചെയ്യുന്നത്? നമ്മൾ ആദ്യം റിസർച്ച് ചെയ്യുമ്പോൾ എല്ലാം ഒരു R&Dയിൽ ഇതാണ് നടക്കുന്നത്. വാദപ്രതിവാദങ്ങൾ, അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, സംശയങ്ങൾ, അത് അവര് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യുന്നു, അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ ആകെ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്, അൺസർട്ടിയാണ്, പാറ്റേൺസ് ഒന്നുമില്ല, ആകെ അൺസർട്ടിയാണ്. അതിനെ എന്ത് ചെയ്യുന്നു, ആ നൂലുകളെല്ലാം ഒന്നൊന്ന് നേരെ ആക്കി എടുക്കുന്നത് കൺസെപ്റ്റ് പ്രോട്ടോടൈപ്പ് വരും. പ്രോട്ടോടൈപ്പിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് അവസാനം ആ ഫൈനൽ ഡിസൈനിലേക്ക് വരുമ്പോഴാണ് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. അതാണ് ഈ എങ്ങനെയാണ് ഡിസൈൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ ഡു യു അപ്ലൈ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് കീ പില്ലേഴ്സ്, മോഡൽ ആൻഡ് പ്രോസസ്. സോ ഇത് ഓക്കെ, നമുക്ക് ഇതൊക്കെ വിടാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടിട്ടുണ്ടോ? ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും കാണിക്കുന്ന ഒരു പിക്ചറാണ്. സ്റ്റാൻഫോർഡ് ഡിസൈൻ സ്കൂളിന്റെ ഒരു പിക്ചറാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എംപതൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഈ 5 സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, ടെസ്റ്റ് ചെയ്യുന്ന ഒരു ആരോ മാർക്കും കൊടുത്തിട്ടുണ്ട് എംപതൈസിലേക്ക്. വേറെ ഒന്നുമല്ല, ഇത് ലൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇറ്ററേറ്റീവ് സൈക്ലിക് പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് എംപതൈസ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് എംപതൈസ്? എല്ലാ ഡിസൈൻ തിങ്കിങ്ങിനും കീ എലമെന്റ് എന്ന് പറയുന്നത് എംപതി ആണ്. എംപതി ഈസ് എ കീ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എംപതി ഈസ് എ കീ. വാട്ട് ഈസ് എംപതി? അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ഓക്കെ, വേറെ ആരെങ്കിലും മൈക്ക് ഓണാക്കി പറയാൻ കേട്ടോ. Getting to the level of customer. Okay, sir. Students, where are faculties? നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ കൂടെ വേണ്ടിയിട്ടാ. ഷെയറിംഗ് ഓഫ് ഫീലിംഗ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നിതിൻ, കറക്റ്റ്. നിങ്ങൾക്ക് എമ്പതി ഉണ്ടോ? അതൊരു അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എമ്പതി ഉണ്ടോ? ഈ ഇവിടെ ഇരിക്കുന്ന 44 പേർക്ക് എൺപതി ഉണ്ടോ? എനിക്ക് എമ്പതി ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് യൂസേഴ്സ് ബിഫോർ ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലംസ്. യെസ്, ഓക്കെ. സിമ്പതി ഉണ്ടോ നിങ്ങൾക്ക്? ഇതെല്ലാം ഹ്യൂമൻ ഫീലിംഗ്സ് ആണ്. So what is the difference between empathy and sympathy? എമ്പതിയുടെയും സിമ്പതിയുടെയും ഡിഫറൻസ് എന്താണ്? ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന 2 വാക്കുകളാണ് എമ്പതി, സിമ്പതി. അർത്ഥം എന്താണ്? അതിന്റെ ഡിഫറൻസ് എന്താണ്? പേരെടുത്ത് ഇനി വിളിക്കണം. Anyone? I feel with you empathy, I feel for you sympathy. അടിപൊളിയാണല്ലോ. ChatGPT ആണോ? Empathy involves feeling someone. Correct, all correct. I feel with you empathy, I feel for you sympathy. Sympathy not understanding the customer. Empathy involves feeling someone else. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കാലില്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ സ്ട്രക്ചറിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റേ ഒരു തടിപ്പലകയിൽ നിരങ്ങി പോകുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ അയ്യോ പാവം, കഷ്ടം, അവരുടെ ജീവിതം കഷ്ടം എന്ന് തോന്നുന്നത് സിമ്പതിയാണ്, അല്ലെ? ഇത് എനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ, ഇത് ഞാനാണെങ്കിലോ, അല്ലെങ്കിൽ ഇത് എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിലോ എന്ന് തോന്നുന്നതിനെയാണ് നമ്മൾ എൺപതി എന്ന് പറയുന്നത്. കറക്റ്റ് ആണോ?
യെസ് ഓർ നോ? അല്ലേ? മുമ്പ് പേരൻപ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂക്ക അഭിനയിച്ച ഒരു തമിഴ് പടമാണ്. അതില് മമ്മൂക്ക ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. അദ്ദേഹം റെമ്യൂണറേഷൻ ഒന്നും വാങ്ങാതെ അഭിനയിച്ച ഒരു പടമാണ്. അപ്പൊ അതിലൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു, ഇത്ര നന്നായിട്ട് ഇത് ഇങ്ങനെ ഉൾക്കൊണ്ട് എങ്ങനെ അഭിനയിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്റെ വീട്ടിലുള്ള ഒരാൾക്ക്, എന്റെ മകൾക്കോ മകനോ ആണ് ഇത് സംഭവിച്ചതെന്ന് ഞാനൊന്ന് ആലോചിച്ചു. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് അഭിനയിക്കാൻ തോന്നി. അതാണ് എമ്പതി. അല്ലാതെ അങ്ങനെ ഒരു കുട്ടിയെ നോക്കിയിട്ട് സിമ്പതി തോന്നി അഭിനയിക്കുക എന്നുള്ളതിനേക്കാൾ എമ്പതി തോന്നി അഭിനയിക്കുക എന്നുള്ള, അതായത് വി ആർ പുട്ടിങ് അവർ ലെഗ്സ് ഇൻ ടു സം അതർ ഷൂസ് എന്ന് പറയും. വീൽ ചെയർ ഉണ്ടാക്കുന്നത് കാലില്ലാത്ത ആൾക്കാരാണോ വീൽ ചെയർ ഉണ്ടാക്കുന്നത്? അല്ല. സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഇപ്പൊ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മള് ബെഡുണ്ട്. ഇപ്പൊ പല രീതിയിലുള്ള ബെഡുകളുണ്ട്, അല്ലെ? ആ ബെഡ് നമ്മൾ ഉയർത്താൻ പറ്റുന്ന, അത് കിടപ്പ് രോഗിയാണോ ഉണ്ടാക്കുന്നത്? അല്ല. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്? നമ്മള് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി എടുത്ത് എന്ത് ചെയ്യുന്നു ആണ് നമ്മൾ ആ ഒരു ഡിസൈൻ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ ഈ എംപതൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പീരിയൻസ്, സിറ്റുവേഷൻ ആൻഡ് ഇമോഷൻ ഓഫ് ദ പേഴ്സൺ ഹൂ യു ആർ വർക്കിംഗ് ഫോർ. ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, അവരുടെ എക്സ്പീരിയൻസ്, സിറ്റുവേഷൻ, ഇമോഷൻ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, ഒബ്സർവ് ചെയ്യണം, എൻഗേജ് ചെയ്യണം, അവരോട് സംസാരിക്കണം, മനസ്സിലാക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ തിങ്കിങ്ങിന്റെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഡിസബിലിറ്റി ആൾക്കാർ, അല്ലെ, സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം, അവരോട് ചോദിക്കണം, അവര് പറയുന്നത് നമ്മൾ കേൾക്കണം. വാട്ട് എ യൂസർ സീസ്, ഒരു എമ്പതി മാപ്പ് നമുക്കുണ്ട്. എമ്പതി മാപ്പ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള, യൂസർ എന്താണ് കാണുന്നത്, യൂസർ എന്താണ് കേൾക്കുന്നത്, യൂസറിന് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ യൂസറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കി എടുത്താൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താണ് ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓക്കെ ആണെന്ന് പറയാൻ പറ്റും. അതിനീ പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇപ്പൊ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും കൺവേ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് നമ്മൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എംപതൈസ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത്, ഇപ്പൊ സർവേ ആകാം, ഒബ്സർവേഷൻ ആകാം, ഇപ്പൊ ആ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിക്കാം, അവരെ കെയർ ചെയ്യുന്ന കെയർ ടേക്കറുമായിട്ട് സംസാരിക്കാം. അത് ഞാൻ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പൊ അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതിനെ എങ്ങനെ എന്നുള്ളത്, അത് യൂസ് ചെയ്യുന്ന ആളോടെ, ആ യൂസ് ചെയ്യുന്ന ജോഗ്രഫി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ജോഗ്രഫിയിലെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ, ആ ജോഗ്രഫിയിൽ എന്താണ് വേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലത്ത്, ലൈക്ക് ഞാൻ ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്, ഒരു കേപ്പ് ബ്രിട്ടൻ ഐലൻഡ് എന്ന് പറയും. ഐലൻഡിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ആ ഐലൻഡില് എന്താന്ന് വെച്ചാല് വർഷത്തിൽ 5 മാസം സ്നോയാണ്. വർഷത്തിൽ 5 മാസം സ്നോയാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഡിസംബർ എൻഡിങ് അറൌണ്ട് ഏപ്രിൽ ആകുമ്പോഴാണ് എൻഡ് ചെയ്യുന്നത്. ആ കംപ്ലീറ്റ് സ്നോയാണ്. അപ്പൊ വണ്ടി എന്ന് പറയുന്ന സംഭവം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് വിന്റർ ടയർ ഒക്കെയാണ്. വിന്റർ ടയർ നമ്മൾ വിന്ററിന് വിന്റർ ടയർ തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾ വെതർ ടയർ യൂസ് ചെയ്യണം. പക്ഷെ കാറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി ഓട്ടിക്കുന്ന ആൾക്ക്, ഇപ്പം വണ്ടി നമ്മളിപ്പോ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് കയറി സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പായിരിക്കും, കൈ മരവിച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവിടുത്തെ വണ്ടികൾക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ വിന്റർ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഓട്ടോമാറ്റിക്കലി പുറത്തുനിന്ന് തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഇന്നോവേഷനും കൊണ്ടുവന്നു. നമ്മൾ വണ്ടി കയറും മുമ്പ് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിമോട്ട് കൺട്രോളിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിയറിങ്ങും സീറ്റും നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അപ്പോൾ അവിടെ ഡ്രൈവറിന്റെ അല്ലെങ്കിൽ യാത്രക്കാരന്റെ എന്താണ് അവസ്ഥ അല്ലെങ്കിൽ അവന്റെ എക്സ്പീരിയൻസും സിറ്റുവേഷനും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എംപതൈസ് ചെയ്തത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ അല്ലേ? എംപതൈസ് മനസ്സിലായല്ലോ? സോ ദാറ്റ്സ് ദ ഫസ്റ്റ് എംപതൈസ്. അപ്പൊ ഒരാളുടെ എന്താണ് പറഞ്ഞതുപോലെ ഒരാളുടെ ഷൂസിൽ നമ്മൾ കാലിട്ട് നിന്ന്, അങ്ങനെയാണ് അതിന്റെ ഒരു ഇംഗ്ലീഷ് ഫ്രേസ് പറയുന്നത്, പുട്ടിങ് അവർ ലെഗ്സ് ഇൻ സം അതേഴ്സ് ഷൂസ് എന്ന് പറയും. അങ്ങനെയൊന്ന് നമ്മൾ എന്ത് ചെയ്യും, എംപതൈസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒന്നും നോക്കണ്ട, നിങ്ങൾ ചെയറിന്റെ ഡിസൈനിങ് തന്നെ നോക്കിയാൽ മതി. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയർ. നമ്മളെ ഹാളിലുള്ള ചെയർ അല്ല നമ്മളെ ക്ലാസ് റൂമിലെ ചെയർ. ഹാളിൽ നമുക്ക് നല്ല സോഫ്റ്റ് റിക്ലൈനിങ് ആയിട്ടുള്ള ചെയർ, ക്ലാസ്സിൽ വളരെ എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്, നടുവൊന്നും വളയാതെ ചാരി ഇരിക്കാതെ ഇരുന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റാണ് നമുക്ക് ക്ലാസ്സിൽ. പക്ഷെ അതുപോലെ ആയിരിക്കില്ല ഒരു കോൺഫറൻസ് ഹാളിലെ സീറ്റ്. അവിടെ ഒരു സീറ്റ് കാണും, സൈഡിൽ മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ, അത് മടക്കി നമുക്ക് നേരെ വെക്കാൻ, ഒരു ബുക്കൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹാൻഡ് റെസ്റ്റും അതുപോലെ ബുക്ക് വെക്കാനുള്ള ഒരു ചെറിയ ഇത് കാണും. അതിനെ മടക്കി വെക്കുക എന്നുള്ളത് കൺസെപ്റ്റ് തന്നെ വന്നത് എന്തുകൊണ്ടാണ്? അകത്തോട്ട് ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമായിരിക്കണം. അല്ലാത്ത സമയത്ത് അത് മടക്കി താഴോട്ട് വെക്കാം, പിന്നെ അല്ലെങ്കിൽ പൊക്കി മുകളിലോട്ട് വെക്കാം, നമുക്ക് ബുക്ക് എഴുതാം, നോട്ട് ചെയ്യാം, തിരിച്ചു വെക്കാം. അതേ ചെയർ ആയിരിക്കത്തില്ല സിനിമ ഹാളിലുള്ള ചെയർ, അതേ ചെയർ ആയിരിക്കത്തില്ല കല്യാണ ഹാളിലുള്ള ചെയർ. അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്താണ് ഓരോ സിറ്റുവേഷനെ എംപതൈസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എംപതൈസ് ചെയ്തു. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? എംപതൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാം. യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ ആ പ്രോബ്ലം ഡിഫൈൻ ചെയ്യാം, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാം. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. കാരണം നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മളത് ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്തൊരാളിലേക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിനെ കൺവേ ചെയ്യാനും കൂടെ പറ്റും. അപ്പൊ ഇതിനെ വളരെ ഓൾസോ നമുക്കും ഇതെന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മൾ എന്താണ് എംപതൈസ് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്ത് എടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡിയേറ്റ് ചെയ്യുന്നു. യു ട്രാൻസ്ലേറ്റ് പ്രോബ്ലംസ് ഇൻ ടു സൊല്യൂഷൻസ്. നമ്മൾ ഓക്കെ ഒരു പ്രോബ്ലം കണ്ടെത്തി. ഈ പറഞ്ഞതുപോലെ ഞാൻ എംപതൈസ് ചെയ്തത് ഒരു മെഡിക്കൽ പേഷ്യന്റിനെയാണ്. ഓക്കെ, നിങ്ങൾ വേറൊരാൾ എംപതൈസ് ചെയ്യുന്നത് ഒരു ഓട്ടോമോട്ടീവ് ആളിനെയാണ്, അല്ലെങ്കിൽ വേറൊരാൾ എംപതൈസ് ചെയ്ത് ഒരു സ്റ്റുഡന്റിനെയാണ്. അങ്ങനെ ഓരോരുത്തരും എംപതൈസ് ചെയ്ത് ആ പ്രോബ്ലം എന്തായാലും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ദ തേർഡ് സ്റ്റെപ്പ് ഐഡിയേറ്റിലേക്ക് പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡിയ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്യാൻ പറ്റും. നമ്മൾ വെറൈറ്റി ഓഫ് ഐഡിയാസിനെ കൊണ്ടുവന്ന് അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, അവിടെ നമുക്ക് പലതരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കാം. പലതരത്തിലുള്ള ടൂൾ. അതിൽ ഒരു ടൂൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. വേറൊരു ടൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബ്രെയിൻ സ്റ്റോമിങ്. എന്താണ് ബ്രെയിൻ സ്റ്റോമിങ്? കേട്ടിട്ടുണ്ടോ ബ്രെയിൻ സ്റ്റോമിങ്? വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്? കളക്ടിങ് ഐഡിയാസ്. യെസ്, ഒന്നുമില്ല, നിങ്ങൾ ഒരു മൂന്നോ കൂടുതൽ ആൾക്കാർ ചുറ്റും കൂടിയിരുന്ന് ഐഡിയാസ് പറയുന്നതിനാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അവിടെ ഐഡിയ ഫിൽട്രേഷൻ ഇല്ല, വെറുതെ ഐഡിയാസ് പറയുന്നതിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഒരു 5 പേര് അവിടെ ഇരിക്കുകയാണ്, ഒരു പ്രോബ്ലം പറയാണ്, അവിടെ ഇരുന്ന് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു 2 ഐഡിയ പറയുന്നു, ഷൈൻ സാർ ഒരു 8 ഐഡിയ പറയുന്നു. എനിക്കറിയാം ഞാൻ പറഞ്ഞ 2 ഐഡിയയിൽ ഒരു ഐഡിയ
ഓക്കെയാണ്, ഒരു ഐഡിയ പൊട്ടാണെന്ന് ഷൈൻ സാറിന് അപ്പോഴേ അറിയാം. പക്ഷെ ഷൈൻ സാർ അപ്പൊ പറയില്ല. സാറ് പറയുന്ന 8 ഐഡിയയിൽ ഒരു 5 ഐഡിയ കൊള്ളാം, എനിക്കൊരു 3 ഐഡിയയിൽ കുറെ പോരായ്മകളുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞങ്ങൾ 5 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഈ പറയുന്ന ഐഡിയാസ് എല്ലാം എഴുതി വെച്ചു. അതിനുശേഷം ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷനിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ ഐഡിയ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ഫീസിബിൾ അല്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ വെട്ടിക്കളയും. ഫീസിബിൾ അല്ലാത്ത എല്ലാം വെട്ടിക്കളഞ്ഞ് അവസാനം ഒരു ഫൈനൽ നമ്മളൊരു ഐഡിയ 1 or 2 ഐഡിയാസിലേക്ക് നമ്മൾ ഇതിനെ കഴിഞ്ഞു. അപ്പൊ എംപതൈസ് കഴിഞ്ഞു, ഡിഫൈൻ കഴിഞ്ഞു, ഐഡിയേറ്റ് കഴിഞ്ഞു. ഐഡിയ ഫീസിബിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്തു. ഫീസിബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, പ്രോട്ടോടൈപ്പ് ഉണ്ട്. Build to think, a simple, cheap and fast way to shape ideas so you can experience and interact with them. ഐഡിയയുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫീസിബിൾ ഐഡിയ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് യൂസറിനെ കാണിക്കാൻ പറ്റുന്നത്, യൂസറിൽ നിന്ന് വീണ്ടും നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാൻ ഉള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ്. ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, ഒരു യൂസറിനോട് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു രോഗിയോട് ഇതാണ് എൻ്റെ ഐഡിയ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വളരെ ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്ന് കേൾക്കാൻ ഓക്കെ എന്ന് കേട്ടു പോകാറുള്ളൂ. പക്ഷെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ അത് പ്രോട്ടോടൈപ്പ് കാണിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് റിയൽ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ സ്റ്റാർട്ട് ബിൽഡിങ് ഒരു ഫിസിക്കൽ, ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കണം. ഡു ഇറ്റ് ക്വിക്ക് ആൻഡ് ഡേർട്ടി എന്നാ പറയുന്നത്. അതിന് ഭയങ്കര ഭംഗിയൊന്നും വേണ്ട, സംഭവം വർക്ക് ചെയ്താൽ മതി. എസ്തെറ്റിക് ലുക്ക് അവിടെ ആവശ്യമില്ല. അത് നമുക്ക് ഫൈനൽ, നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് എസ്തെറ്റിക് ഒക്കെ കൊണ്ടുവരാം. അത് ടാഞ്ചിബിൾ ആയിരിക്കണം, അത് വർക്കിംഗ് ആയിരിക്കണം. സോ ഡു ഇറ്റ് ക്വിക്ക് ആൻഡ് ഡേർട്ടി. ക്വിക്ക് ആൻഡ് ഡേർട്ടി എന്ന് പറയാൻ കാരണം, എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് ഐട്രേറ്റ് ചെയ്ത് വീണ്ടും കൂടുതൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാം. എത്ര പെട്ടെന്ന് ചെയ്ത് അത് യൂസറിനെ കാണിച്ച് ഫീഡ്ബാക്ക് വാങ്ങിച്ച്, നമ്മൾ കസ്റ്റമറിനെ കാണിച്ച് ഫീഡ്ബാക്ക് വാങ്ങിച്ച് വീണ്ടും അതിനെ നമുക്ക് ഡിസൈൻ തിങ്കിങ് കൊണ്ടുവന്ന് ആ ഒരു ലൂപ്പ് നമുക്ക് വളരെ സ്പീഡിന് ചെയ്ത് അവസാനം ഫൈനൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഡു ഇറ്റ് ക്വിക്ക് ആൻഡ് ഡേർട്ടി. ഓക്കെ, ദ ലാസ്റ്റ് ഫെയിൽ ടെസ്റ്റ് ഈ പറഞ്ഞില്ല, ആസ്ക് ഫോർ ഫീഡ്ബാക്ക് ഓൺ യുവർ prototypes, learn about your user, reframe your view and refine your prototype. റീഫ്രെയിം ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല നമ്മള് പോസ്റ്റ് മാർക്കറ്റ് സർവേ ഉണ്ട്, പ്രീ മാർക്കറ്റ് സർവേ ഉണ്ട്. അപ്പൊ മാർക്കറ്റിലേക്ക് ഇറക്കും മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, ഒരു സർവേ ചെയ്യും. അതിനുശേഷം മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു പ്രോഡക്റ്റ് ഇറക്കി. ആ പ്രോഡക്റ്റിന്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി. അപ്പൊ പോസ്റ്റും എന്താണ് മാർക്കറ്റും സർവേയും കൂടെ എടുത്ത് വീണ്ടും ആ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഡിസപ്പിയർ ആവുന്നു. കാരണം നമ്മൾ അതിനെ വീണ്ടും റീഫ്രെയിം ചെയ്യുന്നു, മോഡിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും പ്രോഡക്റ്റ് ഇറക്കും. ഇങ്ങനത്തെ ഇതൊരു ടെസ്റ്റിംഗ് പരിപാടി. ലെറ്റ് പീപ്പിൾ യൂസ് യുവർ പ്രോട്ടോടൈപ്പ്, ഗീവ് ഇറ്റ് ഇൻ ദെയർ ഹാൻഡ്സ് ആൻഡ് ലെറ്റ് ദം യൂസ് ഇറ്റ്, ലിസൺ ടു വാട്ട് ദേ സേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സംഭവം നമ്മൾ ഒരു എന്താണ്, ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പലരും കേട്ടിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കും, റിയലി നടന്നൊരു സംഭവമാണ്. നമ്മുടെ കേരള പോലീസ് അവരുടെ പോലീസ് ഡേക്ക് അവരെ ഐഡിയാസ് വിളിക്കാറുണ്ട്. നമ്മുടെ ഇന്നോവേറ്റേഴ്സിൽ നിന്നും, സ്കൂളിൽ നിന്നും, കോളേജ് സ്റ്റുഡൻസിൽ നിന്നും, സ്റ്റാർട്ടപ്പുകളിൽ നിന്നൊക്കെ ഐഡിയ എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷണിക്കാറാണ്. അത് ശ്രദ്ധിച്ചാൽ മതി, അത് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്നിട്ടാണെന്ന് തോന്നുന്നു. പലപ്പോഴും ഇങ്ങനെ ഒരു കോൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, കുറെ സ്റ്റാർട്ടപ്പുകളും സ്റ്റുഡൻസും എല്ലാം അവരവരുടെ ഐഡിയാസ് ഇങ്ങനെ പറയുന്നുണ്ട്. അത് DGP മറ്റു കാര്യങ്ങളൊക്കെ, അന്ന് ബെഹ്റ സാറാണെന്ന് തോന്നുന്നു, ആരാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബെഹ്റ സാറല്ല, സോറി, എനിക്ക് ആരെ പേര് ഇവിടെ എത്തുന്നില്ല. അന്നത്തെ എനിക്ക് മുമ്പ് ഇരുന്ന ഒരു DGP ആണ്. ഓക്കെ, നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നു, പേര് പെട്ടെന്ന് ബെഹ്റ സാർ അല്ല, വേറെ
ഒരാളായിരുന്നു. സാർ അനിൽകാന്ത് ആണോ? അല്ല, ഇപ്പോഴത്തെ അല്ല, മുൻപത്തെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ പ്രസന്റേഷൻ. അന്ന് പോലീസ് മേധാവികളെല്ലാം, മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. കമ്മീഷണർ ഉണ്ടായിരുന്നു, DIG, ഇങ്ങനെയുള്ള ആൾക്കാർ, IG എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നു, ഇത് കാണിക്കുന്നുണ്ട്, ഈ ഐഡിയാസ് അവര് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അന്ന് ഈ ഡ്രോണും മറ്റു ഈ അനിമൽ ഫോറസ്റ്റ് അനിമൽ എൻക്രോച്ച്മെന്റ് തടയാൻ വേണ്ടിയിട്ടുള്ള ഡ്രോണ്, അതിന്റെ അങ്ങനത്തെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാം കാണിക്കുന്നതിന്റെ ഇടയിൽ ഒരു കൂട്ടം സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവര് വന്നിട്ട് ഇന്നോവേറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങള് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ജാക്കറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്താണ് സംഭവം. അതായത് ഈ ജാക്കറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ എസ്തെറ്റിക്, നല്ല ലുക്കുള്ള ഒരു ജാക്കറ്റാണ് അവർ കൊണ്ടുവന്നത്. അതിൻ്റെ അകത്ത് സെൻസേഴ്സും, ഇതൊരു പ്രഷർ സെൻസേഴ്സ് ഉള്ള ജാക്കറ്റാണ്. സ്ത്രീകളെ കയറി പിടിക്കുമ്പോൾ, അല്ലെ, അനാവശ്യമായിട്ട് പബ്ലിക് പ്ലേസിൽ മറ്റുമൊക്കെ സ്ത്രീകളെ കയറി പിടിക്കുമ്പോൾ ഇതില് പ്രഷർ സെൻസ് ചെയ്യുന്നു, അലാറം അടിക്കുന്നു. ഇതാണ് സംഭവം. ഇത് സ്ത്രീകൾക്ക് വളരെയധികം സുരക്ഷയുള്ള ഒരു ജാക്കറ്റാണ്. ഇന്ന് നമുക്ക് ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാവരും പറയും അതിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇവരിത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ആദ്യമായിട്ട് ചോദിച്ചത് DIG ചോദിച്ചതാണ്, നിങ്ങളിത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ടെസ്റ്റ് ചെയ്തു, എന്ത് പറഞ്ഞു യൂസേഴ്സ്? അപ്പൊ യൂസേഴ്സ് എന്ന് പറയുമ്പോ, സാറേ ഞങ്ങൾ യൂസേഴ്സിനെ കൊടുത്തിട്ടില്ല, ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു, ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതല്ല, ഇത് യൂസേഴ്സിന് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോഴ് യൂസേഴ്സിന് കൊടുത്തില്ല. ഇതിന്റെ പ്രശ്നം എന്താണ്? ഈ പ്രഷർ സെൻസിങ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ബസ്സിൽ പോകാൻ പറ്റില്ല സ്ത്രീകൾക്ക്. ബസ്സിൽ പോയാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ KSRTC ബസ്സിലെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഒരിക്കലും ഇത് എപ്പോഴും അലാറമായിരിക്കും. അതുപോലെ ഒരു സ്ത്രീ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ, ഒരു കുട്ടിയുള്ളതാണെങ്കിൽ, ആ കുട്ടി കടന്നു വരുമ്പോഴേക്കും കുട്ടി എന്തായാലും ചെന്ന് അമ്മ കെട്ടിപ്പിടിക്കും, അപ്പോഴും അലാറം കേൾക്കും. ഓക്കെ, അപ്പൊ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, സാർ ഇതിലൊരു ഇതുണ്ട്, സ്വിച്ച് ഉണ്ട് സാർ, നമുക്കത് വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പം അന്നത്തെ DJ പറഞ്ഞു, ഇന്നലെ ഒരു കേസ് നടന്നതേ ഉള്ളൂ, വീട്ടിൽ കയറി കടന്നാക്രമിച്ചു, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പൊ ഇവിടെ എന്താണ്, അവർ ഡെവലപ്പ് ചെയ്തു, ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, മഴ സമയത്ത് കറണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തു, പക്ഷെ ഇതിന്റെ റിയൽ യൂസറിന്റെ കയ്യിൽ അവർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അവരത് ടെസ്റ്റ് ചെയ്തില്ല, അപ്പൊ അത് ഫെയിലായിപ്പോയി. അപ്പോൾ ഇത് കറക്റ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, യൂസറിന്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ടെസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ പല റിയാക്ഷൻസ്. സാറേ സ്ക്രീൻ വിസിബിൾ ആണോ? ഇപ്പൊ വിസിബിൾ ആണ്. ഓക്കെ. അതുപോലെ വേറൊരു ഐഡിയ കൊണ്ട് ഞാൻ IEDC-യിലായിരുന്നപ്പോൾ, ഞാൻ ട്രിനിറ്റി കോളേജിൽ വർക്ക് ചെയ്ത് നിന്നപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ്. നമ്മുടെ ഇപ്പൊ ആപ്പിൾ ടാഗ് പോലത്തെ ഒരു സംഭവമാണ്. ഈ ടാഗ് GPS മോഡ്യൂളൊക്കെ ഒരു സാധനമാണ്. ഇത് എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇത് നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാം. നമ്മളുടെ ലൊക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയൽ ടൈം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. GPS മോഡ്യൂൾ വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് എല്ലാവർക്കും അത് ഈസി ആയിട്ട്, അതിനൊരു ആപ്പിൾ ടാഗോ അതല്ലെങ്കിൽ അങ്ങനത്തെ സാധനം വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു GPS മോഡ്യൂൾ വെച്ചിട്ട് ആർക്കാണോ, ഇലക്ട്രോണിക് സ്റ്റുഡൻസ് ആർക്കാണോ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സാർ, ഇത് നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്. നമുക്കിത് നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അവര് ബാഗിലോ അല്ലെങ്കിൽ അവരൊരു മാല പോലെ കഴുത്തിലിട്ടിരുന്ന അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയില്ല. അതായത് തട്ടിക്കൊണ്ടുപോകുന്നവർക്ക് ഇതൊരു ഡിവൈസ് ആണെന്ന് അറിയാൻ പറ്റില്ല. കാരണം ആ ഒരു രീതിയിൽ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. നല്ല
കവറിംഗ് ഒക്കെ കൊടുത്ത് റെക്സിനൊക്കെ വെച്ച് അതിനെ ഡിസൈൻ ചെയ്താൽ വെച്ചേക്കുന്നത്. അറിയത്തില്ല സാർ, നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു. ഇത് അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ കഥ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവര് അതിന്റെ യൂസറായ അവരുടെ തന്നെ ക്ലാസ്സിലുള്ള പെൺകുട്ടികൾക്ക്, കോളേജിലുള്ള മറ്റ് പെൺകുട്ടികൾക്ക് ഇത് അവർ ഓഫർ ചെയ്തു ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാരും തന്നെ വാങ്ങിച്ചില്ല. പെൺകുട്ടികൾ ഇത് വാങ്ങിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടായിരിക്കും? യൂസറിന്റെ കയ്യിൽ കൊടുത്തു, യൂസറിന്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു. എന്നിട്ട് ഇവര് ആ പെൺകുട്ടികൾ ആരും തന്നെ വാങ്ങിച്ചില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ എവിടെ പോകുന്നെന്ന് വീട്ടുകാർ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇത് വീട്ടുകാരുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. വീട്ടുകാർക്ക് മൊബൈലിലൂടെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഞങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളത് വീട്ടുകാർ അറിയണ്ട എന്നാണ് പെൺകുട്ടികൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ സംഭവിച്ചത് യൂസറിനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത ഫെയിൽ ആയതല്ല, യൂസർ മാറിപ്പോയി. ആക്ച്വലി ഇത് യൂസർ എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈന്റ് ആരാണ്? പെൺകുട്ടികളാണോ പേരൻസ് ആണോ? അവിടുത്തെ യൂസർ എന്ന് പറയുന്നത് ആക്ച്വലി പെൺകുട്ടികളല്ല. പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് പെൺകുട്ടികളാണ്, പക്ഷെ ദ റിയൽ കസ്റ്റമർ ആരാണ്? പാരൻസ് ആണ്. ഇത് പാരൻസിന്റെ കൊടുക്കണമായിരുന്നു. പാരൻസിന്റെ കൊടുത്തിട്ട് ഇത് ഒരു മാല പോലെ പാരൻസ് ഗിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബാഗിൽ ഒരു കീ ചെയിൻ പോലെ ഇടാൻ വേണ്ടി അച്ഛനമ്മമാർ ഗിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവരൊന്നും അറിഞ്ഞുകൂടാതെ അത് വാങ്ങിച്ച് യൂസ് ചെയ്തേനെ. അവർ പോകുന്നതൊക്കെ അവരുടെ ലൊക്കേഷൻസ് എല്ലാം വീട്ടിലിരുന്ന് അച്ഛനമ്മമാർക്ക് അറിയാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ യൂസർ മാറിപ്പോയി അവർക്ക്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇത് ടെസ്റ്റിംഗ് ആണ്. അപ്പൊ ടെസ്റ്റിംഗ് നമ്മുടെ ഡിസൈൻ തിങ്കിങ്ങിൽ ലാസ്റ്റ് സംഭവമാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എംപതൈസ് നിങ്ങൾക്ക് മനസ്സിലായി, ഡിഫൈൻ ചെയ്യുന്ന മനസ്സിലായി, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഐഡിയേറ്റ് ചെയ്തു, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു, കുറേ എക്സ്പീരിയൻസസ് അവർ പറഞ്ഞു തരുന്നു. ഈ ക്ലയന്റ് വെൻ ബാക്ക്, അല്ലെ, ബാക്കിലേക്ക് പോയി എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? തിരിച്ച് വീണ്ടും ഡിസൈൻ തിങ്കിങ്ങിന്റെ ഫസ്റ്റ് ഫേസ്, ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ബേസിക് ഡിസൈൻ തിങ്കിങ്. വേറെ ഒന്നുമില്ല. ഡിസൈൻ തിങ്കിങ് എന്താണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ പലപ്പോഴും ഇന്നോവേറ്റേഴ്സിന് പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ദേ വാണ്ട് അണ്ടിൽ യു ഷോ ഇറ്റ് ടു ദം. പല പ്രോഡക്ട്സും അങ്ങനെയല്ലേ നമ്മളുടെ. പലർക്കും നമുക്കറിയത്തില്ല നമുക്കിത് ആവശ്യമാണെന്ന്. പല ഇന്നോവേറ്റേഴ്സും കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങൾക്ക് ഒരു എന്താണ്, ഇങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കത് മനസ്സിലാവുന്നത്. അങ്ങനെയും പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. ചിലത് നമ്മൾ തന്നെ ആഗ്രഹിക്കും ഇങ്ങനെ ഒരു സംഭവം. മുമ്പ് നമ്മുടെ മൊബൈലില് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാവുന്ന, മുമ്പ് എന്ത് ചെയ്യുന്നപ്പോ ഫോണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് SMS ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളാരും ആലോചിച്ചില്ല, ഒരു വാട്സപ്പ് പോലൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ, ഡോക്യുമെന്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചില്ല. വാട്സപ്പ് തന്നു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന ഓപ്ഷൻസ് ഇതിൽ നിന്നും കിട്ടും. SMS എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെസ്സേജിങ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകും, ഇത് അടിപൊളി സംഭവമാണല്ലോ, ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയും പ്രോഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് ഇറക്കാൻ പറ്റും. ഹെൻറി ഫോർഡ് പറഞ്ഞതാണ്, ഇഫ് ഐ വുഡ് ആസ്ക് പീപ്പിൾ വാട്ട് ദേ വാണ്ടഡ്, ദേ വുഡ് ഹാവ് സെഡ് ഫാസ്റ്റർ ഹോഴ്സസ്. ഫോർഡ് പണ്ട് കാർ ഇറക്കുന്ന മുമ്പ് അന്നത്തെ ആൾക്കാർ കുതിര വണ്ടിയൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് അവരോട് ചോദിച്ചിരുന്നെങ്കിൽ സ്പീഡിന് പോകാൻ എന്ത് വേണം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ, എനിക്ക് നല്ല സ്പീഡിൽ, കൂടുതൽ സ്പീഡിന് ഓടുന്ന ഹോഴ്സസ് വേണം എന്ന് പറഞ്ഞേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലൈക്ക് ദിസ്. പക്ഷെ ഹി ഡെവലപ്പ് ഫോർഡ് കാർ. അപ്പൊ ആൾക്കാർക്ക് അറിയണമെന്നില്ല അവർക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്, അവർക്ക് അറിയണമെന്നില്ല. ഓക്കെ, ഇതൊരു ഡിസൈൻ തിങ്കിങ്ങിലൂടെ വന്നൊരു സംഭവമാണ്. ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഹെയ്ൻസിന്റെ ആദ്യത്തെ മോഡൽ കെച്ചപ്പ് ബോട്ടിലാണ്. ഇത് ഇപ്പോഴത്തെ മോഡലാണ്. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? എന്താണ് ഇവിടെ സോൾവ് ചെയ്തത്?
ഷൈൻ സാറെ 11 ആയി, ഒരു 10 മിനിറ്റും കൂടെ ഓക്കെ ആണോ? അതോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ സാർ? സാറേ കണ്ടിന്യൂ ചെയ്തോളൂ. ഈ ഒരു എക്സാമ്പിളും കൂടെ ഒന്ന് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തീർക്കാം. പെട്ടെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തീർക്കാം. ഇവിടെ എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്തത്? ഇവിടെ ഒരു കൊണ്ടുവന്ന ഡിസൈൻ തിങ്കിങ് എന്താണ്? ആദ്യം കുപ്പിയിലായിരുന്ന ഈ ഹൈൻസിന്റെ ഇതെന്ന് പറയുന്നത് അതിന്റെ മൂട്ടിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ബോട്ടമുള്ള സംഭവം നമുക്ക് കിട്ടാറില്ല. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കലക്കിയൊക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കളയേണ്ടി വരും. ഇതെന്താ? ഇത് നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കാം. തിരിച്ച് തന്നെ വെച്ച് അത് സ്ക്യൂസ് ബോട്ടിലാണ്, സ്ക്യൂസ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ഫോഴ്സിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ഏറ്റവും ബോട്ടിലിന്റെ ഏറ്റവും മൂട്ടിലുള്ള സംഭവം വരെ നമുക്ക് കിട്ടുന്നു. വേസ്റ്റേജ് ഇല്ല, ഈസി ടു യൂസ്. ഇതൊരു ഡിസൈൻ തിങ്കിങ് പ്രോസസ് അല്ലേ? ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലൂടെ വന്നൊരു ഇതല്ലേ? ഓക്കെ. ഊബറിന്റെ എന്താണ് ഒരു ഡിസൈൻ തിങ്കിങ് അല്ലേ? നമുക്ക് ഐഡിയൽ ആയിട്ട് ഒരു അസറ്റ് ഉണ്ട്, കാറ്. നമുക്ക് ഊബർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഊബർ ഈറ്റ്സ്, നമുക്ക് സ്വന്തമായിട്ട് കാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സൗകര്യത്തിന് ആപ്പ് വഴി നമുക്ക് ഫുഡ് എന്ത് ചെയ്യാം? കസ്റ്റമറിന്റെ അടുത്ത് ഡെലിവറി ചെയ്യാം. ഇതൊരു ഡിസൈൻ തിങ്കിങ് പ്രോസസ് അല്ലേ? എയർബിഎൻബി, നമുക്ക് ഒരു റൂമോ അല്ലെങ്കിൽ ഒരു വീടോ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് നമ്മൾ അതിന്റെ സർവീസ് കൊടുക്കുന്നു, നമുക്ക് കാശ് കിട്ടുന്നു. ഇതെല്ലാം ഒരു ഡിസൈൻ തിങ്കിങ്ങിലൂടെ വന്ന എന്താണ് ഒരു സംഭവമാണ്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കും. നമ്മുടെ ടൂത്ത് ബ്രഷ് എന്തായി? ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ഉണ്ട്. മുമ്പ് ബാറ്ററി ഇടുന്നതാണ്, ഇപ്പൊ അത് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചാർജിങ് പോഡും കൂടെ ചേർത്തിട്ടാണ് ഇപ്പൊ ഇറക്കുന്നത് Oral-B. അല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ USB ഉണ്ട്. അത് നമുക്ക് ലാപ്ടോപ്പിൽ കുത്തിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഹെഡ് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അതൊരു ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലൂടെ ആവുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്കറിയാം. MRI സ്കാനിങ്, ആ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലൂടെ കുട്ടികൾക്ക് പേടി ഉണ്ടാകാത്ത രീതിയിൽ ഒരു പൈറേറ്റ് ഹബ്ബ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ലാതെ അവർ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? MRI സ്കാനിങ് ചെയ്യാം. അല്ലെങ്കിൽ MRI സ്കാനിങ് റൂം എന്ന് പറയുന്നത് ഫുള്ള് വൈറ്റ് അടിച്ച് അല്ലെ, വൈറ്റ് കളറിൽ ആ ഒരു മുഴക്കമൊക്കെ കേട്ട് നമ്മൾ അഡൽട്ട് സഹിച്ച് കിടക്കും. കുട്ടികൾക്ക് അത് പറ്റത്തില്ല, വളരെയധികം ഇഷ്ടമായിരിക്കും അവർക്ക്. അവർക്ക് ഒരു അജിറ്റേറ്റഡ് ആകും. അപ്പൊ ഇതാവുമ്പോ അവര് ഒരു പ്ലേ റൂമിൽ പോയ ഒരു രീതിയിൽ അവർക്ക് ഇത് എൻജോയ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് അവർക്ക് ചെയ്യാൻ പറ്റും. ഇത് പിൽപാക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഇപ്പൊ ആമസോൺ അക്വയർ ചെയ്തൊരു സംഭവമാണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഫാർമസി അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ ആ പ്രിസ്ക്രിപ്ഷൻ ഫാർമസിയിലേക്ക് അയക്കുന്നു. ഫാർമസിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ മരുന്ന്, ഇപ്പൊ ഒരു വയസ്സായ ആളാണെങ്കിൽ അവർക്ക്, ആ ഒരു രോഗിക്കാണെങ്കിൽ രാവിലെ 8 മണിക്ക് ഏതൊക്കെ ഗുളിക ഉണ്ടോ, 2-3 ഗുളിക ഉണ്ടെങ്കിൽ, 1 ഗുളിയോ 2 ഗുളിയോ 3 ഗുളിയോ ഉണ്ടെങ്കിൽ അത് ഒരൊറ്റ പാക്കിലാക്കിയിട്ട് ഈ ഒരു ബോക്സിൽ, അപ്പൊ അതെടുക്കുക, അതങ്ങ് കീറിങ് എടുക്കുക. 8 മണിക്കുള്ള ഗുളിക സാറ്റർഡേ ഏത് ദിവസമാണെന്നുള്ളതുണ്ട്. അവ ഏതൊക്കെ ഗുളിക എന്നുള്ള അതിലുണ്ട്. അപ്പൊ നമ്മൾ തിരഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഫുഡിന് മുമ്പേ ആണോ അല്ലെങ്കിൽ ഫുഡിന് ശേഷമാണെന്നോ എന്നുള്ള കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് കീറിയെടുക്കുക, 8 മണിക്ക് ആ ഒരു പാക്കിന്റെ അകത്തുള്ള എല്ലാം അങ്ങ് കഴിക്കുക. അപ്പൊ ഇത് കീറി കഴിയുമ്പോൾ അതിന്റെ താഴെ ഉള്ള ആ നെക്സ്റ്റ് ടൈമിലുള്ളത് മുകളിൽ വരും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, അടുത്ത് ഇനി 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് ദിവസം അതിൽ എഴുതിയിട്ടുണ്ട്. ആഹാരത്തിന് ശേഷം ഇന്ന ഗുളികൾ ഇതിന്റെ അകത്തുണ്ട്. കീറിയെടുക്കുക, കഴിക്കുക. ഓർമ്മക്കുറവുള്ളവർക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഹോം കെയർ, ഇപ്പം കിടപ്പ് രോഗികൾക്ക് ഇപ്പൊ ഹോം കെയറിന് ഒരു ദിവസം വരുന്ന നേഴ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ അടുത്ത ദിവസം വരുന്ന നേഴ്സ്. അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. സമയവും ഡേറ്റും ഗുളിയും എല്ലാം ഒറ്റ പാക്കിലുണ്ട്. ഇതിങ്ങ് കീറി എടുക്കുക, കൊടുക്കുക.
പിൽ പാക്ക് എന്ന് പറയുന്ന ഒരു ഫാർമസി സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ആമസോൺ അക്വയർ ചെയ്ത ആമസോൺ ആണ്. അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു എന്താണ് എല്ലാം ഒരു ഡിസൈൻ തിങ്കിങ്ങിന്റെ ഒരു ഫേസ് ആണ്. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിംഗ് പറഞ്ഞു. ഞാനൊരു പെട്ടെന്നൊരു ടൂളും കൂടെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ഇതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഡിസൈൻ തിങ്കിങ് പറഞ്ഞു, ഇന്നോവേറ്റേഴ്സിനും മറ്റ് ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടൂളാണ് സ്കാമ്പർ ടൂൾ എന്ന് പറയുന്നത്. SCAMPER, സ്കാമ്പർ ടൂൾ. ഓരോ വാക്കിനും ഓരോ മീനിങ് ഉണ്ട്. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്കാമർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ടൂൾ വെച്ച് സ്ക്രാച്ചിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതല്ലാതെ പല പ്രോഡക്റ്റിനെ നമുക്ക് മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയ പ്രോഡക്റ്റുകളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ പ്രോഡക്റ്റ് നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആണെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റാൻ പറ്റും. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട്? യെസ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത്. സ്കാമ്പർ വെച്ച് യെസ് സബ്സ്റ്റിറ്റ്യൂട്ട്, വൈറ്റ് ബോർഡിനെ ബ്ലാക്ക് ബോർഡ് ആക്കി മാറ്റിയെടുത്തു. അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ബ്ലാക്ക് ബോർഡിൽ ഉണ്ടായിരുന്ന ചില ന്യൂനതകൾ വൈറ്റ് ബോർഡ് എന്ത് ചെയ്യുന്നു, മാറ്റിയെടുത്തു. കൂടുതൽ ക്ലാരിറ്റി, പിന്നെ എന്താണ്, പൊടിയുടെ ശല്യമില്ല, അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ബ്ലാക്ക് ബോർഡിന് വൈറ്റ് ബോർഡ്, അതൊരു ടൂളാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പല പ്രോഡക്റ്റുകളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ മെറ്റൽ മാറ്റിയിട്ട് ബാംബു, ഈ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ബാംബു ആണ്, മെറ്റലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ബാംബു യൂസ് ചെയ്തു എന്നുള്ളതാണ്. കെറോസിൻ മാറ്റി സോളാർ പവർ. ഇപ്പൊ ആഫ്രിക്കയിലെ എന്തോ നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും, സോൾട്ട് വാട്ടറിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുന്നു, ലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് കണ്ടുപിടിച്ചു. ഇത് കെറോസിൻ മാറ്റിയിട്ട് നമ്മൾ സോളാർ പവർ കൊണ്ടുവന്നു, അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു സർവീസ് ആക്കി. സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു കാറിനെ ഒരു സർവീസ് മോഡലിലും ആക്കാൻ പറ്റും. നമ്മൾ കാർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സർവീസ്. ഹലോ സാറേ, സാറ് 2-3 കാര്യങ്ങൾ പറഞ്ഞില്ലേ ലാസ്റ്റ്? അത് പവർ പോയിന്റ് മാറുന്നില്ലായിരുന്നു. ഒന്ന് സാറൊന്നും പറയാം. ഓക്കെ, മാറുന്നില്ല അല്ലേ? 1 സെക്കൻഡ്. ലാസ്റ്റ് എവിടം വരെയാ കണ്ടത് സാർ? പിൽ പാക്ക് കണ്ടായിരുന്നു? അതെ സാർ, പിൽ പാക്ക് കണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ വിസിബിൾ അല്ലേ? അതെ. ഓക്കെ, സാറേ ഇപ്പൊ പ്രസന്റേഷൻ പോയിട്ടുണ്ട്. ഓക്കെ. അത് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഞാനത് ഓക്കെ. സ്കാമ്പർ ടൂൾ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോ കാണാമല്ലോ സാർ? കാണാം സാർ. ഓക്കെ,
അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ചില കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയൊരു എന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡിന് പകരം വൈറ്റ് ബോർഡ് വന്നിട്ടുണ്ട്, അല്ല മെറ്റലിന് പകരം ബാംബു യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കെറോസിൻ വിത്ത് സോളാർ പവർ, കെറോസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോളാർ പവറിലേക്ക് വന്നു. കാറിനെ നമുക്ക് പക്ഷെ സർവീസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ കാർ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിൽ വെറുതെ കാർ കിടക്കുകയാണെങ്കിൽ നമുക്ക് അത് ആരും ഓട്ടിക്കാനില്ലെങ്കിൽ പോലും നമുക്ക് സൂം കാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് പലയിടത്തും ബാംഗ്ലൂർ, ചെന്നൈ, തമിഴ്നാട്, നമ്മളെ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്ലേസിൽ അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ വെച്ചിട്ട് കസ്റ്റമർ വരുന്നു, വണ്ടി എടുക്കുന്നു, യൂസ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ട് അതുപോലെ ഇടുന്നു, എന്നിട്ട് എല്ലാ സൈഡിലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട്, കാരണം എന്തെങ്കിലും സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ഒന്നും ഇല്ലാന്ന് കഴിയുമ്പോൾ അവർക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത യൂസറിന് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് റെന്റിന് കൊടുക്കാം, കാർ ആസ് എ സർവീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ സ്കാമ്പറിലെ എസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് സി, കമ്പൈൻ ചെയ്യാൻ പറ്റും. പല സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. ഫോർക്ക് വിത്ത് സ്റ്റിക്ക് അല്ലെങ്കിൽ ഫോർക്ക് വിത്ത് സ്പൂൺ, അങ്ങനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വാഷ് ബേസിൻ ഫ്ലഷ് ടാങ്ക്, ഇത് ജപ്പാനിലുള്ളൊരു എന്താണ് ഒരു ഇന്നോവേറ്റീവ് മോഡലാണ്. നമുക്ക് പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വാട്ടർ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൈ കഴുകുന്ന വെള്ളം അത് ഡയറക്ട്ലി ഫ്ലഷ് ടാങ്കിലേക്ക് പോകുന്നു, അത് ഫ്ലഷ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യണം. അത് കോമ്പിനേഷൻ ഓഫ് വാഷ് ബേസിൻ ആൻഡ് ഫ്ലഷ് ടാങ്ക്. നമ്മൾ സാധാരണ കാണുന്ന സംഭവം ഷാംപൂ പ്ലസ് ഓയിൽ, കോമ്പിനേഷൻ ഓഫ് ഷാംപൂ ആൻഡ് ഓയിൽ, ഇതൊരു പ്രോഡക്റ്റ് കോമ്പിനേഷൻ എന്താണ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് പ്ലസ് ടേബിൾ, വേറെ ഒന്നും വേണ്ട, നമ്മൾ പഴയ കുറെ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പം പെൻസിലിന്റെ ബാക്കിൽ റബ്ബർ ഉണ്ട്, അത് കോമ്പിനേഷൻ ഓഫ് പെൻസിൽ ആൻഡ് റബ്ബർ, അല്ലെ, പെന്നിന്റെ ബാക്കിൽ റബ്ബർ വരുന്നതുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കമ്പൈൻ മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും. കോമ്പിനേഷൻ ഓഫ്, ഇവിടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ക്രിബ്, കൗച്ച്, ബെഡ്. ബെഡായിട്ട് യൂസ് ചെയ്യാം, അതിനെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നാൽ അതിനെ എന്താക്കാം, കൗച്ച് ആക്കാം. രണ്ട് സൈഡിൽ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾക്കുള്ള ക്രിബ് ആക്കാം, തൊട്ടിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാക്കാം. ഇത് കോമ്പിനേഷനാണ്. ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് സോഫ അത് നിവർത്തി അത് ബെഡ് ആക്കാൻ പറ്റും, ചെയർ നിവർത്തി റിക്ലൈനർ ഒരു എന്താണ് സെമി സ്ലീപ്പർ ആക്കാൻ പറ്റും. ഇതെല്ലാം എന്താണ് സ്കാമ്പർ സി കോമ്പിനേഷൻ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡിയ കൊണ്ടുവരാൻ പറ്റും. കീബോർഡ് വിത്ത് സോളാർ പാനൽ, സോളാർ പാനൽ കീബോർഡ് ചാർജ് ചെയ്യാനുള്ളത് സോളാർ പാനൽ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ അറിയാം ഗ്യാരേജ് പുറത്ത് വെക്കുന്ന ലൈറ്റുകൾക്ക് നമുക്ക് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റിന്റെ മുകളിൽ തന്നെ നമുക്ക് ചെറിയൊരു സോളാർ വെച്ച് പുറത്ത് ഔട്ട്ഡോർ വെക്കുന്ന CCTVയുടെ പവർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് സോളാറിൽ കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ മോഡലുകളുണ്ട്. അതെല്ലാം എന്താണ്, കോമ്പിനേഷൻ ഓഫ് ടു എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ക്ലോസറ്റ് കമ്പൈൻഡ് വിത്ത് മിറർ, നമുക്ക് സാധാരണ നമുക്ക് അറിയാലോ, നമ്മളെ ഡോറിൽ തന്നെ മിറർ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ക്ലോസറ്റ് അല്ലെങ്കിൽ വാർഡ്രോബ് നമുക്ക് ഗ്ലാസ് ആക്കാം, മിറർ ആക്കാം. അപ്പൊ അകത്തൊരു മിറർ, അകത്തൊരു എന്താണ് സ്പേസും ഉണ്ട്, നമുക്ക് പുറത്ത് മിററും ഉണ്ട്, സെപ്പറേറ്റ് ആവശ്യമില്ല. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ്. ടേബിൾ കമ്പൈൻഡ് വിത്ത് ലാമ്പ്, കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ചാർജിങ് പോഡ്, മൾട്ടി ഫംഗ്ഷൻ ചാർജിങ് പോഡ്. ഇതെല്ലാം ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു സ്കാമ്പർ മോഡലിലെ സി എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് എ, ആഡ് ഓർ അഡാപ്റ്റ്. അഡാപ്റ്റ് ചെയ്യുക, നമ്മളിപ്പോ ബയോമിമിക്രി എന്ന് പറയുന്ന സാധനം, മിമിക് ചെയ്യുക എന്ന് പറയാം. എന്തെങ്കിലും ഒന്ന് ബയോമിമിക്രി, നമുക്കറിയാം ബുള്ളറ്റ് ട്രെയിന് ഏതിൽ നിന്ന് ബയോമിമിക് ചെയ്തെന്നുള്ളത് നമുക്കറിയാം, അല്ലെ. അപ്പം നമ്മുടെ എയറോപ്ലെയിൻ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കിളികളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് പറയും. അപ്പൊ അതെല്ലാം ബയോമിമിക്രിയാണ്, അതൊക്കെ അഡാപ്റ്റ് ചെയ്തതാണ്. ഇവിടെ കാണുന്നത് ഈ ഒരു മിമിക് ചെയ്തിങ്ങനെ കാർ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഈഗിൾസ് ഡോർ എന്ന് പറയും. ഈഗിൾസ് ഡോർ എന്ന് പറയുന്നത് ബേർഡ്സ് വിങ്സിനെയാണ് അതിനെന്ത് ചെയ്യുന്നത്. ഇപ്പൊ ടെസ്ലയുടെ ഒക്കെ മോഡലിലെ ഡോർ നോക്കിയാൽ ഈഗിൾസ് വിങ്, ആ ഒരു മോഡലാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. സീറ്റ് ബെൽറ്റ് വിത്ത് ഇൻഫ്ലേറ്റബിൾ എയർ ബാഗ്സ് ഫോർ റിയർ സീറ്റ്. ബാക്കിൽ എന്താണ് ഇൻഫ്ലേറ്റബിൾ, ഇത് ഒരു അഡാപ്ഷൻ ആണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആണെന്ന് പറയാം. സീറ്റ് ബെൽറ്റ് വിത്ത് എന്താണ് എയർ ബാഗ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്തേക്കുന്നെന്ന് പറയാം. ഇതൊരു ഇന്നോവേറ്റീവ്, ഫോർഡിന്റെ ഒരു ഇന്നോവേറ്റീവ് മോഡൽ. ബാക്കിലുള്ളവർക്ക് എയർ ബാഗ് സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ,
ഫ്രണ്ടിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് സീറ്റ് ബെൽറ്റിൽ തന്നെ ഒരു ഇൻഫ്ലേറ്റ് ചെയ്യുന്ന എയർ ബാഗ്. ബൈസൈക്കിൾ ആസ് എ ഫാം ആൻഡ് ടില്ലർ. ബൈസൈക്കിള് അതിന്റെ താഴെ എന്ത് ചെയ്യുന്നു, അത് നമുക്ക് പണ്ട് വളരെ സാധനങ്ങളാണ്, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം. ദെൻ എം സ്കാമറിലെ എം വരുന്നത് മാഗ്നിഫൈ എന്ന് പറയാം, അല്ലെങ്കിൽ മിനിഫൈ ചെയ്യാം. ഇതെല്ലാം നമ്മളുടെ ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്ത സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. കാറിന്റെ എക്സ്റ്റൻഡഡ് മോഡൽ ലിമോസിൻ, വലിയ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, മിനിഫൈ ചെയ്തിട്ടാണ് ലാപ്ടോപ്പിനെ മിനിഫൈ ചെയ്ത് നമുക്ക് ടാബ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോണിന്റെ മാഗ്നിഫൈഡ് വെർഷൻ ആണ് ടാബ് എന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ചെയ്യാൻ പറ്റും. ഇതൊരു മിനിഫൈ കിച്ചൺ ആണ്, കോമ്പാക്ട് മോഡൽ കിച്ചൺ ആണ്. ഇത് എല്ലാം ആ ഒരു റിവോൾവിംഗ് വർക്ക് ഏരിയ ആണ്. അതെന്ന് പറയുന്നത് എല്ലാം ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് ഓവൻ വേണമെങ്കിൽ റിവോൾവ് ചെയ്ത് ഓവൻ വരും. അത് കഴിഞ്ഞ് അതിന്റെ യൂസ് ചെയ്യുമ്പോൾ അതിനെ റിവോൾവ് ചെയ്ത് ബാക്കിലോട്ട് വിടുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ വേറെ എന്താണ് സ്റ്റോറേജ് സ്പേസസ് വരുന്നു. താഴെ ഡിഷ് വാഷർ ഉണ്ട്, ഒരു സൈഡിൽ ഫ്രിഡ്ജ് ഉണ്ട്. എല്ലാം കൺസീൽഡ് ആണ്. എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൺസീൽ ചെയ്ത് വെക്കാം. ഒരു കോമ്പാക്ട് മൾട്ടി ഫംഗ്ഷൻ. ഇവിടെ എന്താണ് ചെയ്തേക്കുന്നത്, കിച്ചൺ എന്ന് പറയുന്ന വലിയൊരു സ്പേസിനെ മിനിഫൈ ചെയ്തേക്കാം. അതിനെ മിനിഫൈ എന്നോ മോഡിഫൈ ചെയ്തെന്നാണെങ്കിൽ നമുക്ക് പറയാം. മിനി സൈസ് ഫ്രിഡ്ജ്, ചോട്ടു കൂൾ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്ത സാധനം. മിനി സൈസ് ഫ്രിഡ്ജ് നമുക്ക് ട്രാവൽ പർപ്പസ്, വണ്ടിയിലെ പവർ അഡാപ്റ്ററിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ ആമസോണിൽ നോക്കി ഇതിലും വളരെ കോമ്പാക്ട് ആയിട്ടുള്ള എന്താണ് കാർ കൂളേഴ്സ് എന്നോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഹലോ സാർ, പവർ പോയിന്റ് വീണ്ടും പോയോ? അതെ സാർ. എന്തോ എറർ കാണിക്കണല്ലോ സാർ, ഒരു മിനിറ്റ്. ഫയല് ഓക്കെയാണ് സാറേ. ഇതൊക്കെ കണ്ടെന്ന് തോന്നുന്നു. ചോട്ടു കൂൾ. ഓക്കെ, ഇത് മിനിഫൈ ചെയ്യാം. ഒരു ഫോൾഡിംഗ് കാറാണ്. ഫോൾഡിംഗ് കാർ, ഫോൾഡിംഗ് ബൈസൈക്കിൾ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ അവൈലബിൾ ആണ്. ഫോൾഡിംഗ് ബൈസൈക്കിൾ. ദെൻ ഇതൊരു മോഡിഫിക്കേഷൻ ആണ്, വീൽ ചെയർ എൻട്രി ത്രൂ ദ ബാക്ക്. ഇത് ഒരു കൺസെപ്റ്റ് ആയിരുന്നു, അതിപ്പോ അവൈലബിൾ ആണ്. ഇപ്പം ഡയറക്റ്റ് വീൽ ചെയർ ഉള്ള ഒരാൾക്ക് ഡോറ് തുറന്ന് അതിലേക്ക് കയറി ഇരുന്ന് പിന്നെ വീൽ ചെയർ മടക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു, എന്താണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് വീൽ ചെയറിൽ എത്തിപ്പെടാം എന്നുള്ളതാണ്.
അത് ഇങ്ങനത്തെ ഒരു കാർ തന്നെ വേണമെന്നില്ല, നമ്മളുടെ മറ്റു കാർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഡ്രൈവ് ഡയറക്ട്ലി ടു ദി ഡ്രൈവിംഗ് സീറ്റ്. അപ്പൊ വേറെ ആളെ ആശ്രയിക്കാതെ തന്നെ ആ വീൽ ചെയർ തന്നെ ലോക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ യൂസ്. അതൊരു മോഡിഫിക്കേഷൻ. ഒരു പവർ ഇത് അഡാപ്റ്ററിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങൾ, നമ്മളെ എക്സ്റ്റൻഷൻ പോലത്തെ തന്നെ വേറൊരു ഇതാണ്. ഇനി സ്കാമറിലെ എം കഴിഞ്ഞു, അടുത്ത് പി. വാട്ട് ക്യാൻ വി പുട്ട് ടു അതർ യൂസ്? നമുക്ക് ഒരു സംഭവം വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ എന്താ ചെയ്തേക്കുന്നത്, പഴയ ഒരു സി ഡി ഡ്രൈവിന് ക്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ്. കാർ ടയറിനെ സ്വിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ചെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ, അതിനെ ടേബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ട് നമ്മൾ വേറൊരു പർപ്പസ് ചെയ്തുകൊണ്ടിരുന്ന സാധനത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വേറൊരു സംഭവമായിട്ട് യൂസ് ചെയ്യുന്നു. ബൈസൈക്കിൾ പുട്ട് ടു അതർ യൂസ് ആസ് എ വീൽ ചെയർ. ബൈസൈക്കിളിനെ ഇങ്ങനെ മടക്കി അതിനെ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു രീതിയിൽ വീൽ ചെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൊറോണ സമയത്ത് കുറെ പേര് ചെയ്ത കാര്യങ്ങളാണ്, അല്ലെ, ബോട്ടിലാവട്ടെ. ബോട്ടിലിന്റെ യൂസ് എന്താണ്, ലിക്വിഡ് സ്റ്റോർ ചെയ്യാനുള്ളത്. പക്ഷെ അതിനെ നമ്മൾ വേറൊരു യൂസിലേക്ക്, എസ്തെറ്റിക് ലുക്കിലേക്ക്, ആർട്ടിലേക്ക് കൊണ്ടുപോകാം, അതിനെ കൺവേർട്ട് ചെയ്തു നമ്മൾ ഇതിലേക്ക്, അല്ലെ. നമ്മൾ പേപ്പർ യൂസ് ചെയ്ത് ജുവലറി മേക്കിംഗ് ഉണ്ട്. പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ വേറെ പർപ്പസിനുള്ള സാധനം, അത് ജുവലറി ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നു. അതുപോലെ ഈ ബോട്ടിലിനെ നമ്മൾ ബോട്ടിലായിട്ടായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ഒരു പ്രോഡക്റ്റിന് വേറൊരു പർപ്പസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു ഇതിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ സ്കാമറിന്റെ പി ആയി. നെക്സ്റ്റ് ഇനിയുള്ള രണ്ട് ഇയും ആറും ആണ്. ഇ എന്ന് പറയുന്നത് നമുക്ക് ഈ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഒരു സംഭവം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പർപ്പസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് എലിമിനേറ്റ്. വി ഷേപ്ഡ് ലോക്ക് എലിമിനേറ്റ്സ് ഫംബ്ലിംഗ് ഇൻ ദ ഡാർക്ക്. എന്ത് രീതിയിലോ എലിമിനേറ്റ് ആകും. രാത്രി എന്താണ്, ഇപ്പം ഡോറ് തുറക്കാൻ പാട്, അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന വയസ്സായ ആൾക്കാർക്ക് ഡോറ് തുറക്കാൻ പാടാണ്, അല്ലെങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, കീ നമുക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഒരു ഡിസൈൻ കൺസെപ്റ്റ്, ഈ ഒരു ചെറിയ ഒരു എന്താണ് ഡിസൈൻ കൺസെപ്റ്റ് ആണ്. ഡയറക്ട്ലി ഇറ്റ് വിൽ ഫോൾ ഇൻ ടു ദി ഹോൾ ഓഫ് ദി ലോക്ക്. അതിലേക്ക് തന്നെ വീഴുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. വി ഷേപ്ഡ് ലോക്ക് എന്ന് പറയും. ദെൻ റിവേഴ്സ് ഗിയർ എലിമിനേറ്റ് ചെയ്തു 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ക്യാബിനുള്ള കാർ. അതുണ്ടല്ലോ, നിസാൻ പിവോ 2 എന്ന് പറയും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ എലിമിനേറ്റ് ചെയ്ത് എന്താണ്, റിവേഴ്സ് ഗിയർ എലിമിനേറ്റ് ചെയ്തു. ദെൻ എന്താണ് പ്രോഡക്റ്റ് ഇത്, ഇവിടെ എന്താ, ഇതെന്ത് പ്രോഡക്റ്റ് ആണ്, എന്ത് എലിമിനേറ്റ് ചെയ്തു, അത്രയും പറഞ്ഞാൽ. വാട്ട് ഈസ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് വാട്ട് got eliminated? Anyone? ആക്ച്വലി വയർലെസ് ഫോൺ, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു ഇതുപോലെ ഇയിൽ വന്നതല്ലേ. വയർ എലിമിനേറ്റ് ചെയ്താണ് വയർലെസ് ഫോൺ വന്നത്. വെയിറ്റ് കുറച്ചുകൊണ്ട് അവിടെ പിന്നെ നമ്മൾ എന്താണ് മിനിഫൈ ചെയ്തുകൊണ്ട് മൊബൈൽ ഫോൺ വന്നു. ഇതെന്ത് പ്രോഡക്റ്റ് ആണ്? എനിവൺ? ഓക്കെ, എയർ ഫ്രയർ ഓയിൽ കൺസംഷൻ എലിമിനേറ്റ് ചെയ്യും. കറക്റ്റ് ആണ്. ടു റെഡ്യൂസ് ഓയിൽ ഫോർ പീപ്പിൾ ഹു ഹാവ് പ്രഷർ ആൻഡ് കൊളസ്ട്രോൾ. യെസ്. അപ്പൊ ഇത് എയർ ഫ്രയർ ആണ്. ഇവിടെ എലിമിനേറ്റ് ചെയ്തേക്കുന്നത് എന്താണ്, ഓയിലാണ് എലിമിനേറ്റ് ചെയ്തേക്കുന്നത്. ഓയിൽ കൺസംഷൻ ആണ് എന്ത് ചെയ്തേക്കുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ.
നെക്സ്റ്റ് 6, ചില കാര്യങ്ങൾ നമുക്ക് റീഅറേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെക്കാനിക്കൽക്കാർക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു സംഭവം. എന്താണത്? മോട്ടോർ റൺ ബാക്ക്വേർഡ്സ് ഇസ് ജനറേറ്റർ. ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അത് മോട്ടർ എന്ന് പറയും. അതിന്റെ റിവേഴ്സ് ആണ് നമുക്ക്, അല്ലെ? നമ്മളെ വെള്ളം ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, അതാലോചിച്ചാൽ മതി. ദെൻ റിവേഴ്സ് അല്ലെങ്കിൽ റീഅറേഞ്ച്, നമ്മളെ പൊസിഷൻ, ഡിജിറ്റൽ ഡിസ്പ്ലേയുടെ പൊസിഷൻ മാറ്റി ഈസിയർ ടു, ഇതെന്ന് പറയുന്നത് ചില പ്രത്യേക ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ഡിജിറ്റൽ ക്ലോക്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടാണ് നമ്മളുടെ ഇത് എന്തുള്ളത്, ബട്ടൺസ് ഉള്ളത്. അപ്പൊ അതിനെ റീഅറേഞ്ച് ചെയ്ത് പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പൊ സൈഡിൽ എന്ത് ചെയ്യും, നമ്മൾ കൈ ഇങ്ങനെ തിരിച്ച് എന്നെ നോക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ സൈഡിൽ തന്നെ എന്താ ക്ലോക്ക് ഡിസ്പ്ലേ ഉണ്ട്. അതിന്റെ ബട്ടൺസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ആംഗിൾഡ് ടൈം ഡിസ്പ്ലേ ഉണ്ട്. ഈസിയർ ടു റീഡ്, ബട്ടൺസ് ഈസിയർ ടു പ്രസ് ആസ് ദേ ആർ ലാർജർ. വലിയ ബട്ടൺസ് ആണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ഈ ഒരു സ്ലൈഡും കൂടെ നോക്കി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ നമ്മൾ പറഞ്ഞ സ്കാമർ എന്ന് പറയുന്ന ടൂൾ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്, കമ്പൈൻ, അഡാപ്റ്റ് അല്ലെങ്കിൽ ആഡ്, മാഗ്നിഫൈ, മിനിഫൈ, റിവേഴ്സ്, റീഅറേഞ്ച്, എലിമിനേറ്റ്, പുട്ട് ടു അനദർ യൂസ്, ഇതെല്ലാം ഓറിയോ എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രോഡക്റ്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. ഓറിയോ മാത്രമല്ല, കിറ്റ്കാറ്റ്, ഇങ്ങനെ പല കമ്പനീസ്, ഫുഡ് കമ്പനീസ് എല്ലാം ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ വെച്ച് കളിച്ചിട്ടുണ്ട്. നോക്കിയ സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് ഓറിയോ എന്ന് പറയുന്ന ബിസ്ക്കറ്റ് നമുക്കറിയാം. അവരുടെ ഒറിജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് കുക്കീസ്, അതിന്റെ അകത്ത് വൈറ്റ് ക്രീം. സബ്സ്റ്റിറ്റ്യൂട്ട് അവരെന്താ ചെയ്തേക്കുന്നത് നോക്കിയേ, they develop a new product using yes in the scammer tool. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട്? എന്താ ചെയ്തേക്കുന്നത്, ആ വൈറ്റ് ക്രീം ഫില്ലിംഗ് മാറ്റി പീനട്ട് ബട്ടർ ആക്കി. നൗ യു ഹാവ് പീനട്ട് ബട്ടർ ഓറിയോസ്. അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ക്രീം ഉണ്ടെങ്കിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്തിട്ട് വേറൊരു പ്രോഡക്റ്റ്. സോ ഇത് സെയിം ഓറിയോ തന്നെയാണ്. അവർ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്താണ്, അവരുടെ ഒറിജിനൽ ഓതന്റിക് വൈറ്റ് ക്രീം മാറ്റിയതിനു ശേഷം അതിന്റെ ഇടയിൽ വേറെ ക്രീം കയറ്റി. ഓറഞ്ച് ക്രീം കയറ്റുമ്പോൾ ഓറഞ്ച് ഓറിയോസ് എന്ന് പറയാം, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഓറിയോസ് എന്ന് പറയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട്. കമ്പൈൻ ചെയ്തു, ദേ കമ്പൈൻഡ് ഓറിയോസ് വിത്ത് ഐസ്ക്രീം. സോ നൗ ദേ ഗെറ്റ് എന്താണ്, ഓറിയോ ഐസ്ക്രീം. ഓറിയോ വിത്ത് മിൽക്ക് ഷേക്ക്, ഓറിയോ മിൽക്ക് ഷേക്ക് ഉണ്ട്. സോ ദാറ്റ്സ് എ കോമ്പിനേഷൻ. പിന്നെ അവർ അഡാപ്റ്റ് ചെയ്തെന്ന് വെച്ചാല് ഈ ഓറിയോയെ ക്രഷ് ചെയ്തതിന് ശേഷം അവരൊരു പൈ ക്രസ്റ്റ്, നമ്മൾ പൈ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ക്രസ്റ്റ്, ഒരു എന്ത് ചെയ്തു, ഒരു സാധാരണ പൈ ഉണ്ടാക്കണമെങ്കിൽ മാനുവലി ബിസ്ക്കറ്റ് വാങ്ങിച്ച് അല്ലെങ്കിൽ കുക്കീസ് വാങ്ങിച്ച് പൊടിച്ച് അതിന്റെ ക്രസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഓൾറെഡി എന്താണ് പ്രീ പ്രിപ്പയർഡ് ആയിട്ടുള്ള പൈ ക്രസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ഓറിയോയുടെ ബിസ്ക്കറ്റ് പൊടിച്ച് പൈയുടെ ക്രസ്റ്റ് മാത്രമായിട്ട് ഉണ്ടാക്കി അത് അവരെന്ത് ചെയ്തു, വിറ്റു. ദാറ്റ്സ് അഡാപ്ഷൻ. ദെൻ മാഗ്നിഫൈ, സ്കാമ്പറിന്റെ മാഗ്നിഫൈ ചെയ്തു, മിനിഫൈയും ചെയ്തു, മോഡിഫൈയും ചെയ്തു. ഓറിയോസിനെ അവരെന്ത് ചെയ്തു, ബിഗർ സൈസിലേക്ക് കൊണ്ടുവന്നു. സോ ബിഗർ എന്താണ്, ഓറിയോ. സ്മോൾ ഓറിയോസ് അവർ ഡെവലപ്പ് ചെയ്തു. അതെന്താണ് സ്മോൾ ഓറിയോ മീൻസ് ഓറിയോ മിനി. ബിഗർ ഓറിയോ കൊണ്ടുവന്നിട്ട് അവർ ഡബിൾ ഓറിയോ എന്നും ട്രിപ്പിൾ ഓറിയോ എന്നും ഡബിൾ ഓറിയോ എന്നും പറഞ്ഞിട്ട് അവർ മാർക്കറ്റ് ചെയ്തു. ഓറിയോ അവരെന്ത് ചെയ്യുന്നു, സ്റ്റിക്ക് രൂപത്തിൽ കൊണ്ടുവന്നു. സോ ഇറ്റ്സ് മോഡിഫിക്കേഷൻ. അപ്പൊ അവിടെ വേറൊരു പ്രോഡക്റ്റ് ആയി. ദെൻ റിവേഴ്സ് റീഅറേഞ്ച്, അകത്തിരിക്കുന്ന ക്രീമിനെ എടുത്ത് പുറത്തു വെച്ചു, ഇൻസൈഡ് ഔട്ട് ഓറിയോസ് എന്നും പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആയി. എലിമിനേറ്റ് ചെയ്തു, അകത്തുള്ള ക്രീമിനെ എടുത്ത് കളഞ്ഞിട്ട് ഓറിയോ കുക്കീസ് മാത്രം അവർ എന്ത് ചെയ്തു, വിറ്റു. ദെൻ പുട്ട് ടു അനദർ യൂസ്, എന്താണ്
ഓറിയോ ഒരു എന്താണ് ലേണിംഗ്, ഇപ്പൊ ലേണിംഗ് ടൈപ്പ് അവരുടെ പാക്കറ്റിൽ, കുട്ടികൾക്കുള്ള പാക്കറ്റിലൊക്കെ അവരെന്ത് ഓറിയോ എന്താണ് ഒരു ലേണിംഗ് പ്രോസസ് പോലെ, യൂസ് ഓറിയോ ടു ലേൺ അബൌട്ട് ദ ഫേസസ് ഓഫ് മൂൺ, ഹാഫ് മൂൺ, ഫുൾ മൂൺ, അങ്ങനെ ഒരു എന്താണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും അവരെന്ത് ചെയ്തു, ആ ഫേസസ് ഓഫ് മൂൺ ഉള്ള രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഒരു പാക്കിന്റെ അകത്ത് കംപ്ലീറ്റ് അവർ അറേഞ്ച് ചെയ്ത്, അപ്പം അത്രേ ഉള്ളൂ. ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ക്രീം പുറത്തുള്ള ഒരു കുക്കി ആയിരിക്കും, മറ്റത് ഹാഫ് കുക്കി ഹാഫ് ക്രീം ഉള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്തു, അതിനെ വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്തു. ഇത് ഒരു പ്രോഡക്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ പലർക്കും പല രീതിയിൽ പല പ്രോഡക്റ്റുകളെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൂളാണ് സ്കാമർ ടൂൾ. ഓക്കെ, സോ 5 കാര്യങ്ങൾ നിങ്ങൾ ലാസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഭവം ഞാൻ പറയണം. ഇത് നിങ്ങൾ ഒരു ഇന്നോവേറ്റർ ആണ്, നിങ്ങൾക്ക് ഒരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമർ പ്രോബ്ലം ക്യാൻ യു സോൾവ്? എന്ത് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഹൗ ആർ യു ഗോയിങ് ടു ഡു ഇറ്റ്? എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യാൻ പറ്റുക? ഹൗ മെനി കസ്റ്റമേഴ്സ് ആർ ദെയർ ദാറ്റ് ആർ വില്ലിംഗ് ടു ബൈ ഫ്രം യു? അതറിയണ്ടേ? കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് അത്രയും നേരം നിങ്ങൾ സമയം വെറുതെ കളയണോ? അതിന്റെ ആവശ്യമില്ല. അപ്പം കസ്റ്റമേഴ്സ് എത്ര പേര് ഇത് വാങ്ങിക്കാൻ തയ്യാറാകും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൗ ക്യാൻ ഓൺലി യു പ്രൊവൈഡ് ദ സൊല്യൂഷൻ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ നിങ്ങൾ മാത്രം, എന്ത് യുണീക്ക് പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഉള്ളത്? വൈ യു അല്ലെങ്കിൽ വൈ യുവർ പ്രോഡക്റ്റ്? ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഹൗ ക്യാൻ യു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് അതേഴ്സ്? ഇതിനെതിരെ പലരും പല എന്താണ് നെഗറ്റീവ്സ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അവരെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു? അത് തർക്കിക്കുക എന്നുള്ളതല്ല, അവരെന്ത് ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഡിഫെൻഡ് കാര്യങ്ങളാണ് അവർ ചെയ്യാൻ പോകുന്നത്, അത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് വാട്ട് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമർ പ്രോബ്ലം ക്യാൻ യു സോൾവ്, ഹൗ വാല്യുബിൾ അല്ലെങ്കിൽ ഹൗ പെയിൻഫുൾ ആണ് ആ ഒരു പ്രോബ്ലം, അത് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപതൈസ്. റിമെമ്പർ, യു നീഡ് ടു ചേഞ്ച് സംബഡീസ് ബിഹേവിയർ ടു ബൈ യുവർ പ്രോഡക്റ്റ്. ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കണം. ഹൗ ആർ യു ഗോയിങ് ടു ഡു ഇറ്റ്? പ്രോഡക്റ്റ് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യുന്നു, ലൊക്കേഷൻ എന്താണ്, സർവീസ് എങ്ങനെയാണ്, ഏത് ചാനൽ വഴിയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ടെക്നോളജിയാണ് നിങ്ങൾ അതിൽ കൊണ്ടുവരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹൗ മെനി കസ്റ്റമേഴ്സ് ആർ ദെയർ ദാറ്റ് ആർ വില്ലിംഗ് ടു ബൈ? നിങ്ങളുടെ മാർക്കറ്റ് സൈസ് എന്താണ്? മാർക്കറ്റ് സൈസിൽ മാർക്കറ്റ് സൈസ് ഇപ്പൊ 100 ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം സിറ്റി മുഴുവൻ എന്ന് പറയാം നിങ്ങളുടെ മാർക്കറ്റ് സൈസ്. പക്ഷെ അതിൽ എത്ര പേര് വാങ്ങിക്കും? ഹൗ മെനി വിൽ ബൈ ഫ്രം യു ദാറ്റ് മാർക്കറ്റ് ഷെയർ? ഹു വിൽ ബി യുവർ ഫസ്റ്റ് കസ്റ്റമർ ബിസൈഡ്സ് യുവർ മോം? വീട്ടിലായിരിക്കും നമ്മൾ ആദ്യം വിൽക്കുന്നത്, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും കൊടുക്കുന്നത്, അല്ലാതെ അമ്മയല്ലാതെ ഹു വിൽ ബി യുവർ ഫസ്റ്റ് കസ്റ്റമർ, ദ റിയൽ കസ്റ്റമർ? ഹു വിൽ ബി യുവർ 100th കസ്റ്റമർ? അത്രയും നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുമോ? നിങ്ങളുടെ മാർക്കറ്റ് ഷെയർ എത്രയാണ്? ഹൗ ക്യാൻ ഓൺലി യു പ്രൊവൈഡ് ദ സൊല്യൂഷൻ? ഹൗ ആർ യു യുണീക്ക്? വാട്ട് ഡു യു പ്രൊവൈഡ് ദാറ്റ് നോബഡി എൽസ് ക്യാൻ? അത് ഏത് ഇൻവെസ്റ്റർ മുമ്പ് പോകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ സെൽ ചെയ്യുമ്പോഴും ആലോചിക്കണം, ഹൗ ആർ യു യുണീക്ക്? വാട്ട് ഡു യു പ്രൊവൈഡ് ദാറ്റ് നോബഡി എൽസ് ക്യാൻ? ആൻഡ് ഹൗ ക്യാൻ യു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ലൊക്കേഷനോ ബ്രാൻഡോ പാറ്റന്റ്? നിങ്ങൾക്ക് ഇത് എന്റെ ഐഡിയ ആണെന്ന് പറയുകയാണെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, നിങ്ങൾ പാറ്റന്റ് എടുത്തിട്ടുണ്ട്, നോബഡി ക്യാൻ സൂ യു. അവർ പറയാണ് ഇത് കൊള്ളത്തില്ല, ഇല്ല, ദിസ് എ ഗ്രേറ്റ് പ്രോഡക്റ്റ്, ദിസ് എ ഗ്രേറ്റ് സർവീസ് ഐ ആം പ്രൊവൈഡിങ്, ഇത് ഇന്ന കാരണങ്ങളാണ്. ഇങ്ങനെയുള്ള എന്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഡിയാണെങ്കിൽ ഓക്കെ ആണ്. ഇതെല്ലാത്തിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിൽ, നൗ യു ക്യാൻ സ്റ്റാർട്ട് തിങ്കിങ്. ഡിസൈൻ തിങ്കിങ് തുടങ്ങി നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആക്കി നിങ്ങൾക്ക് മാർക്കറ്റിൽ
ഇറക്കാം. അത് പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം, എനിത്തിങ്. ഞാൻ പറഞ്ഞില്ല, ഡിസൈൻ തിങ്കിങ് ഈസ് നോട്ട് എനി സിംഗിൾ സെക്ടർ. ഏത് സെക്ടറിൽ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറും 35 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മുടെ കുട്ടികളെല്ലാം ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യണം, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ബഹുമാനപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയാം, ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു. ദിബു സതീഷ് സാർ, വളരെ എക്സലന്റ് ആയ ഒരു ക്ലാസ് ആയിരുന്നു. ഇതിലെ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് ഉള്ള ഒരു ക്ലാസ്, ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതില് മറ്റു ക്ലാസ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ രസകരമായിട്ട് സാറ് ക്ലാസ് എടുത്തു. ഇതിലെനിക്ക് വളരെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഒരു ഇന്നോവേഷൻ വരുന്ന സമയത്ത് അത് കസ്റ്റമർക്ക് റിയൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ അത് കസ്റ്റമർക്ക് ആവശ്യമുണ്ടോ എന്നും അതിന് ആ ഒരു പ്രോഡക്റ്റ് ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഉള്ള 2 ഉദാഹരണങ്ങൾ. ഒന്ന്, ഒരു സ്ത്രീ സുരക്ഷയ്ക്കുള്ള ഒരു ജാക്കറ്റിന്റെ കാര്യവും, അതേപോലെ തന്നെ പിന്നെ GPS ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം രണ്ടും പറഞ്ഞു. അത് ശരിക്കും പറയാന്ന് വെച്ചാൽ അത് ആ ഒരു ഇന്നോവേഷൻ എന്നുള്ളത് വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷെ അത് യാഥാർത്ഥ്യം പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഒരു അപാകത സാറ് സൂചിപ്പിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ആ ഓറിയോന്റെ ഒരു വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് വളരെ എക്സലന്റ് ആയിരുന്നു. എന്തായാലും സാറേ, വളരെ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്ത ആറ്റിങ്ങൽ പോളിയിലത്തെ സ്റ്റാഫ് അംഗങ്ങൾ, പ്രത്യേകിച്ച് ഷൈൻ സാറിനോടും ക്ലാസ് കണ്ടക്ട് ചെയ്ത സാറിനോടും ഉള്ള സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സാറേ, നമുക്ക് നമ്മുടെ ഈ ഡിസൈൻ തിങ്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് S6 ഒരു ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, 6th സെമസ്റ്ററിൽ വരുന്ന. അതിൽ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസൈൻ തിങ്കിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, തിയറി ആയിട്ട് പഠിക്കാനും. പിന്നെ അതിലൂടെ ബിസിനസ് മോഡൽ ക്യാൻവാസ് ഒക്കെ വരയ്ക്കാനും, അത് ചെയ്ത് അത് പ്രസന്റ് ചെയ്യാനും, ഐഡിയ പിച്ചിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. സാറിന്റെ ഈ സെഷൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിൽ കൂടി പഠിക്കാനും ഉള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. എനിക്ക് തോന്നുന്നു നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ഈ 6ാമത്തെ വെബിനാർ സെഷനിൽ ഡിസൈൻ തിങ്കിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അത് എങ്ങനെ ഇന്നോവേഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ തിങ്കിങ് പ്രോസസ്സിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തി പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാം, അത്തരത്തിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ദീപു സജീവ് സാറിനെ, അദ്ദേഹത്തിന്റെ നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിൽ, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെൽ, YIP, KDISC ഇതിന്റെ എല്ലാം കോർഡിനേറ്റർ എന്ന നിലയിലുള്ള എന്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മറ്റ് കോളേജുകളിലെ സാറുണ്ട്, സനൽ സാർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷെറിൻ സാർ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകാശൻ സാർ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്കും ഈ സെഷനിൽ ഇത്രയും 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്, കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഞാൻ ഒരു ക്വസ്റ്റ്യനെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ഇർഫാൻ ചോദിച്ചത്. ഞാൻ അതിന്റെ ഒരു മറുപടിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം സാർ. ഇർഫാൻ ചോദിച്ചത്, വെൻ ടെസ്റ്റിംഗ് പ്രോട്ടോടൈപ്സ്, ഹൗ ഡു വി മേക്ക് ഷുവർ ദ ഫീഡ്ബാക്ക് വി കളക്ട് ഈസ് ജെനുവിൻ ആൻഡ് യൂസ്ഫുൾ? Sometimes people just give polite answers or don't say what they really feel. How do professionals overcome that challenge? അതായത് കൊള്ളായിരിക്കും നമ്മൾ പറയുമ്പോൾ അവര് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടത്തില്ല. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്നാമത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്.
നമുക്ക് ആവശ്യമുള്ള വളരെ പ്രോംപ്റ്റ് ഡീറ്റെയിൽഡ് റെസ്പോൺസസ് കിട്ടുന്ന രീതിയിലുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഗോള് ക്ലിയർ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നത്, അപ്പൊ അവര് പറയുന്നു ഐ തിങ്ക് അല്ലെങ്കിൽ ഐ തിങ്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക അവരൊരു ജസ്റ്റ് വെറുതെ ഒരു നെയിം സേക്ക് അവർ പറയുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള അവരുടെ തോട്ട്, ഫീലിങ്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ള മേഖല നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് അവരുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ പ്രോംപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വേണം സർവേ ചോദിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഇൻസ്റ്റെഡ് ഓഫ് യെസ് ഓർ നോ അല്ലാതെ ഹൗ ഡിഡ് യു ഫൈൻഡ് ദാറ്റ് യൂസ്ഫുൾ ഇൻ യുവർ വേ, അല്ലെങ്കിൽ വാട്ട് വെയർ യു ആർ എക്സ്പെക്ടിങ്, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ വന്നു, ഇതിന് ശേഷം നിങ്ങൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വളരെ പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള ഓപ്പണന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. യെസ് ഓർ നോ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ. സർ, ഹൗ ക്യാൻ വി പാറ്റന്റ് അവർ ഐഡിയാസ്? പാറ്റന്റ് ചെയ്യാൻ പറ്റുമല്ലോ സാർ. ഷൈൻ സാർ അത് ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ IEDC വഴി തന്നെ അത് ചെയ്യാൻ പറ്റുമല്ലോ സാർ? ഓ, അത് ചെയ്യാം സാർ. ഓ, താങ്ക് യു സാർ. ഓക്കെ, സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് പേറ്റന്റിന് കൊടുക്കുന്ന ചിലവാകുന്ന ക്യാഷ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ നിങ്ങൾക്ക് തിരികെ തരും. അങ്ങനെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഷൈൻ സർ ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സർ. താങ്ക് യു സാർ. സാർ നമുക്കപ്പം വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ അല്ലേ സാറേ? ആ